അദ്ദേഹം ഒരു റീഫോർമറാണ്. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇസ്രയേൽ എന്നൊരു ജനതയ്ക്ക് വേണ്ടി നിലകണ്ട റിഫോർമറായ ഒരു സ്കോളറാണ്, ഒരു ദൈവമനുഷ്യൻ എന്നൊക്കെ പറയാം. ബട്ട് ഹീസ് നോട്ട് എ പ്രോഫറ്റ്. നബി എന്ന നിലയിൽ ഒരിക്കലും ഇസ്രയേലിൽ അദ്ദേഹത്തെ കാണുന്ന പോലുമില്ല. അതായത് ഏലിയാവിനുള്ള അല്ലെങ്കിൽ ഏലിശയ്ക്കുള്ള മോശക്കുള്ള പോലെ ബഹുമാനം പോലും ആ ബഹുമാനം കിട്ടുന്നില്ല. ബഹുമാനമുണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കുന്ന ആ പരിഗണന പോലും ഇല്ല. പക്ഷെ ഖുറാന്റെ എഴുത്തുകാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉസൈറിനെ അവര് ദൈവപുത്രനാക്കി. ആരാണാക്കിയത്? യഹൂദന്മാർക്കിടയിൽ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഇവരാരും തന്നെ ഒരു ദൈവപുത്രനെ അംഗീകരിക്കുന്നില്ല. അവര് അങ്ങനെയാണെങ്കിൽ യേശുവിനെ അംഗീകരിച്ചാൽ മതിയായിരുന്നല്ലോ. ക്രൈസ്തവർ യേശുവിനെ ദൈവപുത്രനാക്കി എന്നുള്ളതാണ് അടുത്ത ഒരു വാദം. അപ്പൊ അത് ഒരു ആ വാദത്തിൽ കഴമ്പുണ്ടെങ്കിലും അതിനെ ഖുറാന്റെ രീതിയിലോ ബൈബിളിന്റെ രീതിയിലോ അവലംബിച്ചാൽ കുറ്റം പറയാനാവില്ല. കാരണം ബൈബിളിൽ പച്ചയ്ക്ക് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ആ, മനുഷ്യപുത്രൻ എന്ന പ്രയോഗമുണ്ട്, ദൈവപുത്രൻ എന്ന പ്രയോഗം യേശുവിൻ്റെതായിട്ടുണ്ട്. ഇനി അതിൽ അടുത്തത്, ഈ ഖുറാൻ പറയുന്ന അനുസരിച്ച് ഈസ ആരാണ്? ഈസയുടെ പിതൃത്വം ഒരാൾ ഏറ്റെടുക്കണമല്ലോ. ആ പിതൃത്വം അല്ലായിക്കല്ലേ. കാരണം ഈ മിറിയത്തിന്റെ ഫർജിൽ ഊതിയാണ് ഈസ ഉണ്ടാവുന്നത് ഖുറാനിൽ. അപ്പൊ ഫർജിൽ ഊതുമ്പോൾ ഒരു ഭ്രൂണം രൂപപ്പെട്ടു വരുന്നു ഒരു സ്ത്രീയില്. അതിന്റെ അപ്രമാദിത്വമൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ രൂപപ്പെട്ടു വന്ന ഭ്രൂണത്തിന്റെ ഉടമ അയാളാണ് അപ്പൻ. ആരാണെങ്കിലും അയാൾ എന്ന് ഞാൻ വിളിച്ചത് ബഹുമാനം ഇല്ലാതെയല്ല, ഒരു ബയോളജിക്കലി നമ്മൾ പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. ആരാണ് ഈ കുട്ടിയുടെ സൃഷ്ടാവ്, ആ ഭാഗത്ത് എഴുതി ചേർക്കേണ്ടത് അപ്പന്റെ പേര് അതാണ്. വേറെ ഒന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പൊ ഉണ്ട്, കുട്ടിയില്ല എന്ന് പറയാനായിട്ടാവില്ല. പിന്നെ ഈ പിതൃത്വം എന്തിനാണ് അല്ലാതെ നിഷേധിക്കുന്നത് ഞങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല. പിന്നെ പങ്കുകാരെ ചേർക്കുക എന്നുള്ള പ്രയോഗം, ദൈവത്തിന്റെ കൂടെ ഒരു പങ്കുകാരൻ, ആ ഒരു പ്രയോഗവും വാസ്തവത്തിൽ ഈ തൗഹീദ് എടുത്ത് പഠിച്ചാൽ അതിലും തെറ്റു പറയാനായിട്ട് പറ്റും. കാരണം എന്താ തൗഹീദ് പറയുന്നത്? ശരിക്കും അള്ളാഹു ഏകനാണ്. ഏകൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? ഞങ്ങൾ അഹദ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. വാഹിദും അഹദും നന്നായിട്ട് ഇവിടെ ചർച്ച ചെയ്താണ്. ഇതേപോലെ 33:28 അള്ളാഹുവും റസൂലും ഒരു കാര്യം ആലോചിക്കുന്നു. അപ്പൊ പങ്കുകാർ വരുന്നു. എന്തിനാണ് ഈ സർവശക്തൻ വന്നിട്ടൊരു കാര്യം വന്നിട്ട് തന്റെ സൃഷ്ടിയായ മനുഷ്യനോട് ആലോചിക്കുന്നത്? എന്തിനാ? മനുഷ്യന്റെ എന്ത് വേടാണ് ദൈവത്തിന് വേണ്ടത് ഒരു കാര്യം ചെയ്യാൻ? ആലോചന എന്നൊരു പ്രയോഗം തന്നെ അവിടെ തെറ്റാണ്. പങ്കുകാരാകുന്നു ഇത് പറഞ്ഞു വരുമ്പോഴേക്ക്. പിന്നെയുമുണ്ട്, ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് എന്നൊരു പ്രയോഗം കാണും. റൂഹുൽ ഖുദ്ദൂസിനെ കൊണ്ട് ഞാൻ ഈ ഈസയെ ശക്തിപ്പെടുത്തി എന്നൊരു പ്രയോഗം. ഈ റൂഹുൽ ഖുദ്ദൂസ് ആരാണ്? അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്ന ആ പ്രയോഗം ആരെയാണ് ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നത്? അപ്പൊ ഖുർആനിൽ എവിടൊക്കെയോ ഇത് ഒരു തെറ്റുപോലെ അല്ലെങ്കിൽ പിടിതരാത്തൊരു സംഭവം പോലെ അങ്ങനെ കിടപ്പുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹലോ. ആ, അതെ 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 അതെ, നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഈ ഫർജിൽ ഊതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫർജിൽ ഊതിയത് ആരാണോ ഊതിയത്, അപ്പൊ അവരെ അതിന്റെ പിതൃത്വം അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത്, ഈ അതിന്റെ ഒക്കെ മുമ്പ് ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചല്ലോ. ആദമിന്റെ ഒരു രൂപം ഉണ്ടാക്കി അതിൽ ഊതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ദൈവപുത്രന്മാരാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കണ്ടേ? പക്ഷെ അങ്ങനെ അല്ലല്ലോ വരുന്നത്. അതിനൊന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. ആദമിനെ ഒരു ആ, ആദി മനുഷ്യന്റെ സൃഷ്ടിയാണ്, സൃഷ്ടി എന്ന നിലയിലാണ് കാണുന്നത്. അപ്പോ ഇതിന് യാതൊരുവിധ മാനുഷികമായ ജൈവ ഘടകങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ഡസ്റ്റ് പ്ലസ് ലൈഫ്, ഇതാണ് കാണുന്നത്. ഡസ്റ്റിനുള്ളിലേക്ക് ലൈഫിനെ പ്രവേശിപ്പിക്കുന്നു. അതിൽ ആ പ്രക്രിയയിൽ മാതാവും പിതാവും ഇല്ല എന്ന് പൊതുവായി പറയാം. എന്നാൽ സകല ജീവജാലങ്ങളുടെയും പിതാവ് എന്ന നിലയിൽ ആദമിന്റെ പിതാവാണ് ദൈവം. എന്നാൽ മഷികയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു മാതാവുണ്ട്, ഒരമ്മയുണ്ട്. അമ്മയുണ്ട്, കാരണം അതുകൊണ്ടാണ് ജൈവപരമായൊരു പിറവി അവിടെ നടക്കുന്നു. ആദം ജൈവപരമായി ഗർഭധാരണത്താൽ ഒന്നും പിറക്കല്ല, മുലപ്പാൽ കുടിക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒന്നും അവിടെ ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പിറവി. കാരണം ഓൾറെഡി ഒരു സ്ത്രീയുടെ പാർട്ടിസിപ്പേഷൻ അവിടെയുണ്ട്, അവരുടെ കമ്മിറ്റ്മെന്റ് അവിടെയുണ്ട്. അപ്പോൾ ഒരു ഭ്രൂണമായി തന്നെ ജനിക്കുന്നു. ഞാനും നിങ്ങളും എങ്ങനെ ജനിക്കുന്നോ അതുപോലെ തന്നെ. അതിൽ ഒരു കാര്യമുള്ളൂ, ലൈംഗിക ബന്ധമില്ലാത്ത ഒരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി ഭ്രൂണം നിക്ഷേപിക്കപ്പെടുന്നു. ആ ഭ്രൂണം രൂപപ്പെട്ടൊരു
അപ്പൊ ആ, അതിനെ പ്രസവിക്കുന്നു, പുരുഷനായിട്ട് അതിനെ പ്രസവിക്കുന്നു, കുഞ്ഞായിട്ട് അത് വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും അതിനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ഘടകങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നു. അപ്പൊ പിതൃത്വം ആദമിന്റെ കൂട്ട് ചുരുക്കി കാണാൻ പറ്റില്ല, അതിൽ നിന്ന് വിഭിന്നമാണത്. അതിലെ വ്യത്യാസം താങ്കൾക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതെ, എനിക്ക് മനസ്സിലായി, അതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായി. അതായത് ഈ മാതൃകയില്ലാതെ മനുഷ്യകുലത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പെണ്ണിൽ നിന്നും പുരുഷന്റെ സഹായം ഇല്ലാതെ എന്തുകൊണ്ട് സൃഷ്ടിച്ചൂടാ? അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, ആദവിനെ പോലെ. എന്തിനാ അത് അതിന്റെ ഒരു ദൈവിക പരിവേഷം ആ സൃഷ്ടിക്ക് കൊടുക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. അല്ല, അങ്ങനെ എന്തുകൊണ്ട് കൂടാം എന്നൊരു പ്രസക്തിയില്ല. കാരണം അത് നമ്മുടെ ഒരു തോന്നൽ ചോദ്യം മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ ദൈവത്തിന് കഴിയില്ല എന്നൊരു കാര്യം പല വിഷയങ്ങൾ എന്ന പോലെ ഉള്ളതിനും നമ്മൾ ചിലപ്പം നമ്മളെല്ലാം രക്ഷിക്കാൻ ദൈവം ഇത്രയും സങ്കീർണ പ്രക്രിയകളിൽ കൂടി കടത്തി വിടണോ എന്നൊരു ചോദ്യം പോലെ. ഇപ്പൊ അതായത് ജബ്ബാർ അതായത് പിന്നെ മുഹമ്മദിന്റെ ദൈവം എന്നുള്ളത് നിങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ട് അബ്രഹാമിന്റെ ദൈവം എടുക്കുക. നമ്മൾ അബ്രഹാമിന്റെ ദൈവം അതെടുക്കാം. ഇപ്പൊ മുഹമ്മദ് ഈസാ നബി വരെയുള്ള കാര്യങ്ങൾ മാത്രം മതി, ബാക്കിയുള്ള അങ്ങോട്ട് തൽക്കാലം മാറ്റി വെച്ചിട്ട് അതിൽ കൂടെ ആകുമ്പോൾ ഈ ചർച്ച. ഇങ്ങനെ ഇപ്പൊ മോസസിനെ ഈ കടലിൽ പിളർത്തി കൊടുത്തത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു സാധാരണ സംഭവമല്ല. അങ്ങനെ കടൽ അങ്ങനെ പിളരുകയോ കാര്യമോ ഒന്നും ചെയ്യില്ല. അതുപോലെ എന്തുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെ ഒരു സ്ത്രീയുടെ വയറ്റില് പുരുഷ ബന്ധമില്ലാതെ ഒരു കുട്ടി, അതല്ലേ ദൈവം എന്ന് പറയുന്നത്? അതല്ലേ ദൈവത്തിന്റെ കഴിവല്ലേ അത്? അതിന് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ നമ്മളെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ മൃഗങ്ങളോ സംസർഗത്തിലൂടെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് വെച്ച് ദൈവത്തെ ചീപ്പാക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു ഖുർആൻ പഠിതാവായ എന്റെ അഭിപ്രായം. സാറേ, അതിലെ പ്രശ്നം അങ്ങനൊരാൾ ജനിച്ചാൽ അദ്ദേഹത്തെ എങ്ങനെ ദൈവപുത്രനാക്കാം എന്നൊരു ഗവേഷണം ക്രൈസ്തവർക്കിടയിൽ ഇല്ല. മറിച്ച് അതിന് ഉപോത്ബലകമായ കാര്യം, ക്രിസ്തു ജനിക്കും മുമ്പേ 700 കൊല്ലങ്ങൾക്കപ്പുറത്തെ ജൂതന്മാരിൽ നിന്നും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ജൂതന്മാരുടെ മതകൃതിയിൽ ഈ ജനനത്തെ പറ്റിയുണ്ട്. അതിന്റെ തെളിവ് അല്ലെങ്കിൽ അവിടെ മുതലേ മുഹമ്മദ് കണ്ണിക്കണമായിരുന്നു. അതേക്കുറിച്ചൊന്നും മുഹമ്മദ് മിണ്ടുന്നില്ല. കാരണം ആ എക്സ്പെക്ടേഷനാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നത്. ഉദാഹരണം അല്ല, യെശയ്യാ. മുഹമ്മദ് നബിന്റെ കാര്യം നിങ്ങൾ വിടുക, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഹമ്മദ് നബി ഞങ്ങൾ പ്രവാചകനായിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ, പോട്ടെ. ഇബ്രാഹിം നബി, ആ, നമ്മൾ 3 മതസ്ഥരും വിശ്വസിക്കുന്ന ആളാണ് എബ്രഹാം. ആ എബ്രഹാമിന്റെ ആ കാലത്ത് നിന്ന് നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാം. അല്ല, ഇബ്രാഹിം നബിക്ക് ശേഷമാണ്. ഓ സാർ പറഞ്ഞു. അതായത് ക്രിസ്തുവിന് 700 കൊല്ലം മുമ്പുള്ള ജൂതമത ഗ്രന്ഥത്തില് കൃത്യമായിട്ട് അത് ക്രൈസ്തവരും പരിഭാവനമായി കാണുന്ന ഗ്രന്ഥങ്ങളാണ് അതെല്ലാം. അതിൽ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പിന്നീട് അവിടുത്തെ ഗുണഗണങ്ങൾ പറയുമ്പോൾ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. അവന്റെ രാജ്യത്വത്തിന് അന്തമുണ്ടാകയില്ല. ജനിക്കേണ്ട സ്ഥലം പറയുന്നു യഹൂദിയായിലെ ബേദലഹേം. വളരേണ്ട സ്ഥലം പറയുന്നു, അവൻ ഒളിച്ച് പാർക്കേണ്ട ഒരു സ്ഥലം മിസ്രയീം. അവിടെ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും. അങ്ങനെ എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാക്കാൻ സംഗതി വന്നു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തുവാൻ സംഗതി വന്നു എന്നുള്ള പ്രവചനം നിവൃത്തിയാകും. ഇങ്ങനെ 100 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കിടക്കും. അത് ക്രിസ്തുവിൽ നിറവേറുകയും മത്തായിയെ പോലെ മാർക്കോസിനെ പോലുള്ള എഴുത്തുകാർ അത് എഴുതിയിട്ട് യെശയ്യാപ്രവാചകനിൽ നിന്നെല്ലാം കൊട്ടേഷൻ എടുത്തിട്ടാണ് 38 ഇടത്ത് ഈ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ചിട്ട് ഒരു പ്രബന്ധം പോലെ തെളിയിച്ചു വെച്ചു. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം. അല്ലാതെ യേശു ജനിച്ചു കഴിഞ്ഞ് അത്ഭുതകരമായ ഒരു ജനനം നടന്നു എന്നതുകൊണ്ട് അങ്ങനെ ദൈവത്തിന് പറ്റും. ജനനം നടന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ദൈവപുത്രനാക്കാം എന്നൊരു ചിന്തയിലല്ല, പൂർവ്വവേദങ്ങളുടെ ശക്തിമത്തായ ആ പില്ലറിലാണ്, ആ ബേസിലാണ് അത് നിലകൊള്ളുന്നത്. അതെ, അതിൽ ഫാദർ ഇപ്പം പറഞ്ഞു, ഈ പഴയ നിയമത്തിലും ബൈബിളിലൊക്കെ മനുഷ്യന്മാർ പറഞ്ഞതുണ്ട്, ദൈവം പറഞ്ഞതുണ്ട്, രാജാക്കന്മാർ പറഞ്ഞതുണ്ട്, വില്ലന്മാർ പറഞ്ഞതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ 10 കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ദൈവിക വെളിപാടുകളുമായി ബന്ധപ്പെട്ട പഴയ നിയമത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. ഈ അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ഇതൊക്കെ ശരി, അത് ഒരു ദൈവത്തിന്റെ പ്രബലനായ ഒരു നിങ്ങളുടെ ഇടയിലേക്ക് വരും, ഒരു പ്രവാചകൻ വരും എന്നുള്ളതൊക്കെ ശരി, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഏറ്റവും പ്രബലനായ പ്രവാചകനാണ് ഈസാ നബി. പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവ സഹായത്തോടു കൂടി കാണിച്ച മനുഷ്യനാണ് ഈസാ നബി, അതെല്ലാം അംഗീകരിക്കുന്നത്. പക്ഷെ ഈ പൂർവ്വ ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ ഈ
അതിന്റെ ഒരു കോട്ടിങ് ഏതിലാണ് എന്നൊന്ന് പറയാൻ പറ്റുമോ? പഴയ നിയമത്തിൽ ജൂതന്മാർ അംഗീകരിക്കുന്നു. പറയാം. പിന്നെ അത് ഈ പറഞ്ഞത് യെശയ്യാപ്രവചന്റെ പുസ്തകം 7:14, അതുപോലെ തന്നെ യേശുവിന്റെ മരണം സംബന്ധിച്ചുള്ള വ്യക്തത യെശയ്യാവ് 53, പിന്നെ മീഖ പ്രവചനം, അത് ചെറിയൊരു പുസ്തകമാണ്, റഫറൻസ് എടുത്തു തരാം. അവിടെ യേശുവിന്റെ ജനനം, ഇതും ഇപ്പൊ ജനനമുണ്ട്, മരണമുണ്ട്, രാജത്വത്തെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. ഇനി ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ക്രൂശ് മരണത്തിലെ കരച്ചിൽ വരെ, നീ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്ന ആ വിലാപ ശബ്ദം വരെ, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു, ആ ചീട്ടിടുന്ന പുതിയ നിയമത്തിൽ കാണുന്ന പ്രക്രിയ വരെ സങ്കീർത്തന 22 രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങൾ യേശുവിൽ വന്ന് സമ്മേളിക്കുന്നു എന്നതാണ് ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിന് തെളിവ്. അപ്പൊ ദൈവപുത്രത്വം എന്നത് ഒരു ക്രൈസ്തവ സിദ്ധാന്തമല്ല, അതിന്റെ ബേസ് ജൂഡായിസത്തിൽ തന്നെ കിടക്കുകയാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ക്രൈസ്തവർ ഇങ്ങനെ കണ്ടെത്തിയ ഒന്നല്ലത്. ഉം, ഉം. അപ്പം അത്തരം ഒരു പുത്ര വിഷയം ഈ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശയ്യാവിന്റെ എന്ന് പറഞ്ഞാൽ അത് എഴുതിയത് യേശയ്യാവാണോ? ഞാനത് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും 66 പുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകം ആണല്ലോ. യെശയ്യാവിന്റെ അത് പ്രവചന എഴുതിയ ക്രോഡീകരണമാണത്. അതെ, അത് എഴുതിയത് ഡിവൈൻ വേർഡ്സ് അല്ല, അതൊരു മനുഷ്യൻ എഴുതിയാണ് അല്ല, ഈ അല്ലെ? ബൈബിളിലെ എല്ലാ ഓൾഡ് ടെസ്റ്റമെന്റ് ഗ്രന്ഥങ്ങളും ആത്മനിറവിനാൽ മനുഷ്യൻ എഴുതിയതാണ്. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വേദഭാഗങ്ങൾ ആരംഭിക്കുന്നത്. യഹോവയുടെ ആത്മാവ് എന്റെ മീതെ വന്നു, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ്. പക്ഷെ അതിലാണ് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും നമുക്ക് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ദൈവം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു, ദൈവം എന്നോട് ഇങ്ങനെ വെളിപ്പെടുത്തി എന്ന് പറയുന്നു. അതിൽ ദൈവം വെളിപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ദൈവികമായ മാർഗങ്ങളിലൂടെ അത് ദൈവം വെളിപ്പെടുത്തുമല്ലോ. അപ്പൊ യേശു അങ്ങനെ പറഞ്ഞോ എന്നുള്ളതാണ് എന്റെ ഒരു മുഹമ്മദ് അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? മുഹമ്മദിനോടും മലക്കിലൂടെ സംസാരിക്കുന്നേ ഉള്ളല്ലോ, അതില് പ്രത്യേകത ഇല്ല. അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. എല്ലായിടത്തും ഒരു മീഡിയേറ്ററോ ഒരു ഏഞ്ചലോ ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ ഏഞ്ചൽ ഉണ്ടാവാറില്ല, അല്ലെ വിഷൻ ആകും അടിസ്ഥാനം. അത് ഡിസ്പ്രൂവ് ചെയ്യാനോ ഒന്നും ഒരു ആധികാരിക കാരണമല്ല. അല്ല, മുഹമ്മദിനോട് പിന്നെ ഏഞ്ചൽ മുഖാന്തരമാണ് സംസാരിച്ചത്. എബ്രഹാമിനോട് ഏഞ്ചൽ മുഖാന്തരമാണ് സംസാരിച്ചത്. അല്ല, നേരിട്ട് സംസാരിക്കുന്ന ഭാഗമുണ്ട്, ഏഞ്ചല് നിർബന്ധമില്ല. അശരീരിയാകാം. സംസാരിക്കുന്നത് മോശസിനോട് നേരിട്ടാണ് സംസാരിച്ചത്. അതെ ദൈവം നേരിട്ട് സംസാരിച്ചു. അതെ. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. യെശയ്യാ പറയാണ്, യെശയ്യാവിലൂടെ ദൈവം ആ യഹൂദന്മാരോട് പറയുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നില്ല. അത് തന്നെയല്ല പുതിയ നിയമത്തിൽ പറയാണ്, തന്നെ കുറിച്ച് പറഞ്ഞ വേദഭാഗങ്ങൾ അവർക്ക് അവൻ വിവരിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. എന്നെ കുറിച്ച് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നുവല്ലോ. അത് കൃത്യം ഓരോന്നും പറഞ്ഞ് തെളിയിച്ചാണ് യേശുവിന്റെ പഠിപ്പിക്കലും വിഷയം സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതി. അതായത് ദൈവം ഓരോ പ്രവാചകന്മാർക്കും ഓരോ ദൈവിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ദൈവിക വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഹദീസിന്റെ ആളുകൾ, ബുഹാരി മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് പ്രവാചകനേക്കാളും അള്ളാഹിനേക്കാളും ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതും അത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നതും അവരെയാണ്. പക്ഷെ അവരൊക്കെ യഥാർത്ഥത്തിൽ ഒന്നുമല്ല. അതുപോലെ ക്രിസ്തു മതത്തിലും ജൂതമതത്തിലും ഒക്കെ ഒരുപാട് ഹദീസിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് ഇത്തരം ഈ ഹദീസിന്റെ ആളുകളിൽ നിന്ന് ദൈവിക വചനങ്ങളെ അത് നോക്കുക, പഠിക്കുക എന്ന് അതിൽ ഒരു ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ആ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സാറേ, ഹദീസ് എന്നൊരു സംഭവം ഇല്ല. ഹദീസ് ആക്ച്വലി നബി ചര്യകളാണ്. നബി എങ്ങനെ വെള്ളം കുടിച്ചു, നബി എങ്ങനെ വിവാഹം കഴിച്ചു, നബി എങ്ങനെ യാത്ര ചെയ്തു, ഇത്യാദി കുറെ കാര്യങ്ങളാണ്. എന്നാല് ഓൾഡ് ടെസ്റ്റമെന്റിൽ അതിന് ആ നിലവാരമുള്ള ഒന്നുമില്ല, ആ ടൈപ്പ് ഒരു കാര്യമില്ല. കാരണം ആയിക്കോട്ടെ സാറേ, അതില്ലേ നമ്മുടെ ഇസ്ലാം ദീനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു പേഴ്സൺ, അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു പ്രസക്തമേ അല്ല. അയാള് പിന്നെ ചിലർ പറയുന്നുണ്ട് അയാൾ തുപ്പിയ വെള്ളം കുടിക്കാം, അയാളെ മൂത്രം കുടിച്ച കഥ പറയുന്നുണ്ട്. ഇതൊന്നും മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണ്. ആ മുഹമ്മദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ദൈവിക വചനങ്ങൾ മനുഷ്യർക്ക് ഉദ്ബോധനം പറഞ്ഞു കൊടുത്തു എന്നല്ലാതെ മുഹമ്മദിന് വേറെ അതിൽ യാതൊരു റോളും ഇല്ല, ഒരു റോളും ഇല്ല. മുഹമ്മദിന് വല്ല ശിക്ഷയും വല്ല ഈ പിന്നെ പ്രശ്നങ്ങളും വന്നാൽ അത് തടുക്കാൻ മുഹമ്മദിന് ആവില്ല.
അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതാണ് എന്റെ വിശ്വാസം. ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ. ഇനി ദൈവം പറയാത്തതെങ്ങാനും മുഹമ്മദ് നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചു തന്നിഷ്ടപ്രകാരം പറയുകയാണെങ്കിൽ ദൈവം തന്റെ വലത് കരം കൊണ്ട് മുഹമ്മദിന്റെ കഴുത്ത് മുറിച്ച് കളഞ്ഞ് കൊന്നുകളയെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈസാ നബിയെയും മറിയം ബിയെയും നാം അങ്ങോട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആരാണ് എന്നെ തടയാമെന്നും ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതല്ല ഉണ്ട്. അപ്പോ ഈ വ്യക്തികളെ ആരാധിക്കുക എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇങ്ങനെ ഈ പറഞ്ഞു 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 പറഞ്ഞ് പിന്നീട് വരുന്ന തലമുറ പോകുന്നത്. അങ്ങനല്ല. ആ വ്യക്തികളല്ല, അവര് എന്താണോ നമുക്ക് ദൈവിക മാർഗത്തിലേക്ക് എത്താനുള്ള മാർഗം പറഞ്ഞു തന്നത് അത് ഫോളോ അപ്പ് ചെയ്യാന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദിനെ പിന്തുടരാനല്ല, റസൂലിനെ പിന്തുടരാനാണ്. റസൂൽ മീൻസ് റിസാലത്ത്. റിസാലത്ത് മീൻസ് വേദഗ്രന്ഥം, മീൻസ് ഖുർആൻ, അല്ലെങ്കിൽ ബൈബിൾ, തോറ, എന്താണോ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത് അത് പിന്തുടരാൻ മാത്രമാണ് പറഞ്ഞത്. അല്ലാണ്ട് ആ വ്യക്തി അയാൾ എങ്ങനെയാണ് നടക്കല്, അയാൾ തലയിൽ ഒരു തട്ടട്ടിരുന്നു, അല്ലെങ്കിൽ അയാൾ പിന്നെ നടക്കുമ്പോൾ ഈ പിന്നെ ഇടതു ഭാഗം ചെരിഞ്ഞാണ് നടക്കുന്നത്, അല്ലെ വലതു ഭാഗം ചെരിഞ്ഞാണ് നടക്കുന്നത്, പിന്നെ അയാളെ വേർപ്പ് എങ്ങനെയായിരുന്നു, ഇതൊന്നും ഒരു എന്താ പറയാ, അത് ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഖുർആൻ. എനിക്കതാ മനസ്സിലായത്. ഓക്കെ സാർ, ഇടപെടാം, സംസാരിക്കാം. ഞാൻ ആയിക്കോട്ടെ ഇങ്ങനൊരു സാർ, ആയിക്കോട്ടെ സാർ. സഹോദരനെ ആദ്യം പരിചയപ്പെടുകയാണ്. മറ്റുള്ളവരുണ്ടോ? ടി സിസ്റ്ററെ, സുനിൽ ബ്രോ, അലൻ ബ്രോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് മുഹമ്മദിന്റെ ഇല്ല, എന്താ പറയാ, മുഹമ്മദ് ഫോളോ ചെയ്യപ്പെടേണ്ട ഒരാളല്ല എന്ന നിലയിലേക്ക് പറയുമ്പോഴേ ഇസ്ലാം പോയി കഴിഞ്ഞു. അങ്ങനല്ല, ഇസ്ലാമിന്റെ അങ്ങനല്ല, അങ്ങനല്ല, അതല്ല, അത് ആ രീതിയല്ല. മുഹമ്മദിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ എടുക്കുന്നത്. മുഹമ്മദ് നബി അങ്ങോട്ട് പോയി, മുഹമ്മദ് നബി ഇവിടെ വന്നു, ഇതല്ല കാര്യം. എന്താണോ മുഹമ്മദ് നബി പഠിപ്പിച്ചത് അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നാളെ ഈ നീതിന്യായ ആ വേദിയിൽ മുഹമ്മദ് പറയും, അതായത് എന്റെ ജനത ഈ ഖുർആനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി പറയും, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും എന്ന് പറയുന്നു. എന്താണോ ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചത് അത് തള്ളിക്കളഞ്ഞ ആളുകൾക്ക് അത് ജീസസ് അനുകൂലമായിട്ടല്ല അവിടെ സാക്ഷ്യം കിട്ടുക, പ്രതികൂലമായിട്ടാണ് സാക്ഷ്യം. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രധാന വിഭാഗം വിശ്വസിക്കുന്നത് നാളെ മരണശേഷം മുഹമ്മദ് നബി എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒക്കെ സേഫ് ആക്കി ഓക്കെ ആക്കി കൊടുക്കുന്നതാണ്. ഇവിടെ എന്ത് തെമ്മാടിത്തരം കളിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും ഒരു കുഴപ്പമില്ല, എന്ത് അനീതിയും ചെയ്യുക, നമുക്ക് മുഹമ്മദ് നബി അവിടെ ഉണ്ടാവും, മൂപ്പർ എല്ലാ കാര്യവും ശരിയാക്കും. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്, അബദ്ധമാണ്. അങ്ങനെയല്ല മുഹമ്മദ് നബി പറയാ. മുഹമ്മദ് നബി ആകെ പറയുന്ന ഒരു കാര്യം, എന്റെ ജനത നിന്റെ വചനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അത് നിനക്ക് വേണമെങ്കിൽ എന്താണോ നീ ചെയ്യാൻ പറ്റുന്നത് അത് നിനക്ക് ചെയ്യാം. ഭായി, അപ്പൊ ഈ എന്നുള്ളൊരു വിഭാഗം. ഖുറാനിസ്റ്റുകളുടെ കൂടെയാണോ ആ വിശ്വാസമാണോ? ഖുറാനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ ഒരു വക്താവായിട്ടാണോ സംസാരിക്കുന്നത്? അതോ സുന്നി അല്ലല്ല, പക്ഷത്താണോ? അല്ല, എന്റെ ഫാമിലി ഒരു സുന്നി ഫാമിലിയാ, ഭയങ്കര സുന്നി ഫാമിലിയാ. അപ്പൊ എനിക്ക് ചെറുപ്പത്തിലുള്ള സംശയം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്റെ വീട്ടിലൊക്കെ ഈ മുസ്ലിംമാരൊക്കെ വെച്ചിട്ട് വിളിച്ചിട്ട് രാവിലെ ഒരു ഭയങ്കര ഫുഡ്, ഉച്ചയ്ക്ക് വേറൊരു ഫുഡ്, രാത്രി വേറൊരു ഫുഡ്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാ ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്? മാത്രമല്ല അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്നതിന് അവർക്ക് പൈസ കൊടുക്കും. അപ്പൊ ഒരു 250 രൂപ 500 രൂപ ഒക്കെ കൈമടക്കായി കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിനപ്പൊ ഇവരിപ്പോ ഒരു ഇടനിലക്കാരായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മളപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഖുർആാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയാണ് പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവരൊന്നും അല്ല, ഇവരൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആ പുറത്തുള്ള വേഷങ്ങളോ ഇതൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അഡ്മിൻസ് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സുനിൽ ബ്രോ പറഞ്ഞു. ഖുർആൻ ആരാ ഇറക്കിയത്? ഓ, ഖുർആൻ ആരാണ് ഇറക്കിയത്? ഖുർആൻ ഇറക്കിയത് ഖുർആന്റെ ഖുർആൻ വചനങ്ങൾ ആരാണ് ഇറക്കിയത്? അള്ളാഹു പറഞ്ഞിട്ട് അത് റസൂൽ മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുത്തത് ഗബ്രിയേൽ മാലാഖയാണ്. ആര് പറഞ്ഞു? ഖുർആനിൽ എവിടെ എഴുതിയേക്കുന്നത്? ഖുർആൻ പറഞ്ഞു. എവിടെ എഴുതിയേക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ സൂറത്ത് അത് കൊണ്ടുവന്നത് മാന്യനായ ഒരു ദൂതനാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു ജിബ്രീല്. നിങ്ങൾ പേര് പറഞ്ഞു ജിബ്രീല്. അതാരാ നിങ്ങളോട് പറഞ്ഞു ജിബ്രീലാണെന്ന്? അത് അപ്പൊ ഹദീസിൽ പോവാതെ
ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ ഖുറാൻ ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന്? ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ഹദീസിലൂടെ പോവാതെ. ആ നഹ്നു നസൽ ദിക്റ വ ഇന്നാ ലഹാഫിദൂൻ എന്ന് ഖുർആനിലുണ്ടല്ലോ. എനിക്ക് നാമാണ് അറബി ആ അറിയാം. ഗ്രന്ഥം അവതരിപ്പിച്ചത്. എനിക്ക് നാമാണ് അറബി ആ അറിയാം. ഗ്രന്ഥം അവതരിപ്പിച്ചത്. അള്ളാഹു പറയുന്ന നാമാണ് ആ ഗ്രന്ഥം അവതരിപ്പിച്ചത്. ഹലോ, ഈ ഗ്രന്ഥം ഈ ആ നമ്മൾ അബുൽ ഖാസിമിന് കൊടുത്തു എന്ന്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ പ്രവാചകന് കൊടുത്തു എന്ന് ആ ആരാണ് സാക്ഷി? ഹീര കൊടുത്തത് ഗുഹയില്. സാക്ഷി. നിങ്ങൾ ഹീര ഗുഹയിൽ വിശ്വസിക്കണ്ട? ഉം. ഹീര ഗുഹയിൽ വിശ്വസിക്കണ്ട ഹിറ നിങ്ങള്? ഹിറാ ഹീര ഗുഹയെന്നല്ല. ഗുഹ. ഹിറാ ഗുഹ എന്നല്ല. അത് ഖുർആനിൽ എങ്ങനെയാണോ അതിന്റെ ഇതെന്ന് വെച്ചാല്, ആദ്യമായിട്ട് പ്രവാചകനെ കണ്ടു, കെട്ടിപ്പിടിച്ചു എന്നൊക്കെ ഹദീസിലാണുള്ളതെന്ന് തോന്നുന്നു. അതെ, ഹദീസ് നമ്മളൊന്നും സ്വീകരിക്കുന്ന ആളല്ല. സ്വീകരിക്കുകയില്ല. അപ്പൊ ഇല്ല. ഈ കൊടുത്തത് ഇബ്ലീസാണോ അതോ ദൈവമാണോ എന്ന് എങ്ങനെയാ നിങ്ങൾക്ക് വേർതിരിപ്പിക്കാൻ പറ്റുക? ഡിഫറൻഷിയേറ്റ് എങ്ങനെ ചെയ്യാൻ ഇബിലീസിന്റെ പറ്റുക നിങ്ങൾക്ക്? ഇബിലീസിന്റെ ആ, ഇബിലീസ് എന്ന് പറഞ്ഞാല് നമുക്ക് ആ വൾഗേഴ്സിന്റെ ഒരു സിമ്പലായിട്ടാണല്ലോ ഇബിലീസിനെ കാണുന്നത്. ഏറ്റവും മോശമായ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും തെമ്മാടിത്തരം, ഏറ്റവും അല്ലല്ല. തെണ്ടിയായ, ഇബ്ലീസാണ് ഷിർക്ക് അനാചാരം. ചെയ്യാത്ത ഫസ്റ്റ് എൻറ്റിറ്റി. ഷിർക്ക് ഇല്ല, ചെയ്യാത്ത ഫസ്റ്റ് എൻറ്റിറ്റി ഒരിക്കലല്ല, ഇബ്ലീസാണ്. ഒരിക്കലല്ല. അത് നിങ്ങൾക്ക് സുജൂദ് എന്നുള്ള വാക്ക് നിങ്ങൾ എന്ത് പറ്റിയതാണ്? അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. സുജൂദ് മീൻസ് നെറ്റി ഭൂമിയിൽ വെക്കുക എന്നുള്ള അർത്ഥമല്ല സുജൂദ്. സജദ മീൻസ് കീഴടങ്ങുക, വണങ്ങുക എന്നുള്ളതാണ്. ഒന്ന് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രമാണം നടത്തുക എന്ന് സുജൂദിന് അർത്ഥമല്ല. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ദൈവം ആ ഇബ്ലീസിനോട് ആ ആദാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ആ അല്ലേ? ആ, ഉം. അപ്പൊ അങ്ങനെ പറഞ്ഞു വണങ്ങാൻ കഴിയുമ്പോ പറഞ്ഞു. വഴങ്ങാനായിട്ട് അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, വണങ്ങാൻ. ഞാനത് ചെയ്യില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞില്ലേ? എന്തെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനത് ചെയ്യില്ല. മാലാകമാരോടല്ല. ആ, ലാഹ് അല്ല, അതിന് കാരണവും പറയുന്നുണ്ട്. അലാ അത് പറയണം. അതിന്റെ റീസണും പറയുന്നുണ്ട്. തൊട്ട അടുത്ത സെന്റൻസിൽ അതിന്റെ റീസൺ പറയുന്നുണ്ട്. കാരണം ആ ആദമിനെ പറഞ്ഞു. മണ്ണ് കൊണ്ടാണ് പഠിച്ചത്, എന്നെ അഗ്നി കൊണ്ടാണ്. അപ്പൊ ഐ ആം സോ സൂപ്പർ, ഐ ആം സോ ഗ്രേറ്റ് ദാൻ ആദം. അതുകൊണ്ട് ഞാൻ അവൻ ചെയ്യില്ല. അല്ലാതെ നിന്നെ ബഹുമാനിച്ചിട്ടോ നിന്നെ ആദരിച്ചിട്ടോ നിനക്ക് മാത്രമേ ചെയ്യുന്നല്ല ഇബ്ലീസ് പറഞ്ഞത്. ആദമിനെ മണ്ണ് കൊണ്ടാണ്, എന്നെ അഗ്നി കൊണ്ടാണ്. അതുകൊണ്ട് ഞാനാണ് ബെറ്റർ ആയ ഒരാൾ കുറച്ച് വീക്കായ ഒരാൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഒരാൾക്ക് വണങ്ങേണ്ട കാര്യമില്ല എന്ന ധിക്കാരപരമായ മറുപടിയാണ് ഇബ്ലീസ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഈ ഓർഡർ ലാഹ് ആരോടാ പറഞ്ഞത്? മാലാകമാരോടാണോ അതോ ഇബ്ലീസിനാണോ? എങ്ങനെ? ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. ഈ ഓർഡർ ഉണ്ടല്ല, ഈ സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഓർഡർ, അത് മാലാകമാരോട് പറഞ്ഞതാണോ അതോ ഇബ്ലീസിനോട് പറഞ്ഞതാണോ? ഇബ്ലീസും മാലാകയും സെപ്പറേറ്റ് ആണല്ലോ, ഒന്നല്ലല്ലോ. ജനറൽ ആയിട്ട് മാലാക്കന്മാരോടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ അത് മാലാക്കന്മാരും അത് ചെയ്തു, ഇബിലീസ് ഒഴികെ. എക്സെപ്റ്റ് ഇബിലീസ് അയാൾ ചെയ്തില്ല. അയാളുടെ റീസൺ ഇതായിരുന്നു. ഇബ്ലീസ് മാലാകയായിട്ടാണ് കണക്കെടുക്കുന്നത് നിങ്ങള്? മാലാക്ക മീൻസ് ജിന്ന്. ഏ? ഇബിലീസ് ആ, ഇബിലീസ് മാലാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു. മാലാക്കന്മാരോട് മൊത്തമാണ് പറഞ്ഞത്. അതെ. വസ്തുതൂരിൽ മലായിക്കത്തി എന്ന കുറെ പറഞ്ഞു. അതെ, ഇബിലീസ് മാലാക്കയായിരുന്നു. ആയിരുന്നു ആയിരുന്നു ആ ഇബ്ലീസ് ഇബിലീസ്. ആ ഓർഡർ കൊടുക്കണ സമയത്ത് ഇബ്ലീസ് മാലാക ആയിരുന്നോ? യെസ്, ഇബിലീസ് മാലാക്കയായിരുന്നു. യെസ്. അത് നിങ്ങൾ എവിടുന്ന ഇത് പറയണത്? ഖുർആനിൽ ഇബ്ലീസ് തന്നെ മാലാക ഉണ്ടല്ലോ. ആയിരുന്നു? പറഞ്ഞു. വസ്തുതി ആദമ ഇല്ല ഇബിലീസ് എല്ലാ മലായിക്കത്തോളോടും ഞാൻ നിങ്ങൾക്ക് പായത്ത് ഇപ്പൊ പറഞ്ഞുതരാം. അത് അല്ലല്ല, 2-ാം ഇബ്ലീസും അധ്യായത്തിൽ മാലാകയും പറയുന്നുണ്ട്. ഒന്നാണെന്ന്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇബ്ലീസ് മാലാകയും എങ്ങനെ? ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇബിലീസും മാലാഖയും ഒന്നാണെന്നല്ല. ഇബിലീസ് മലക്കുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇയാള് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് റീസൺ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അഹങ്കാരം വെച്ചിട്ടാണ് ഇബിലീസ്
വണങ്ങാതിരുന്നത്. അല്ലാതെ അള്ളാഹുവിനോടുള്ള ഭയഭക്തി കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ ഭയഭക്തി ആണെങ്കിൽ അള്ളാഹിന്റെ കമാൻഡ് അപ്പൊ തന്നെ ഇബ്ലീസ് അനുസരിക്കണം. അനുസരിച്ചിട്ടില്ല. അങ്ങനെയാണ് അവൻ ശപിക്കപ്പെട്ടവനായി മാറിയത്. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് തെറ്റായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഖുറാൻ ആയത്ത് വെച്ചിട്ടാണ് പറയണത് മാലാകമാരും ഇബ്ലീസും ഒന്നാണെന്ന്, അല്ലേ? ഒരേ സൃഷ്ടി പോലെയാണെന്ന്. അതെ 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 അതെ. ഓക്കെ, അതെനിക്കൊരു പുതിയ അറിവാണ്. ബ്രദേഴ്സെ, അതൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? പാസ്റ്ററെ, അനിൽ പാസ്റ്ററെ. അതെ, ഖുറാൻ 18:50 വായിക്കും. ഖുറാൻ 18:50. ആലി സിസ്റ്റർ, അതിലെന്താ എഴുതിയേക്കണേ? ഇപ്പൊ പറഞ്ഞതിന് ക്ലാരിറ്റി വരും. ഖുറാൻ 18:50. And remember, it's prostrate before Adam. So they all did, but not Iblis, who was one of the jinn. But he rebelled against the command of his Lord. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ആണല്ല. അപ്പൊ എല്ലാ മലക്ക് ജിന്നാണോ? അതെ, ഈ കമ്മ്യൂണിറ്റി, രണ്ട് കമ്മ്യൂണിറ്റിയാണുള്ളത്. അത് മിനൽ ജിന്നത്തി വന്നാസ്, ഒന്ന് മനുഷ്യന്മാരും മറ്റേത് ജിന്നു വർഗം. ആ ജിന്നു വർഗം എന്നതിൽ പെട്ടതാണ് മലായിക്കത്തുകൾ. എല്ലാ മലക്കുകളും ഞാൻ ആയത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-ാം അധ്യായത്തിലാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളുള്ളത്. അപ്പോൾ എല്ലാ മലക്കുകളും വണങ്ങി, ആദമിന് വണങ്ങി, ഇബ്ലീസ് മാത്രം വണങ്ങിയില്ല. അതിന്റെ റീസൺ അതിൽ പറയുന്നുണ്ട്. ഞാനാണ് ബെറ്റർ എന്നുള്ള ആ ഒരു അഹങ്കാരം കൊണ്ട് അയാൾ വണങ്ങിയില്ല. അതുകൊണ്ട് അയാൾ ദൈവത്തിന്റെ കമാൻഡ് ആക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് അയാൾ എന്താ പറയാ, ശപിക്കപ്പെട്ടവനായി അന്ത്യനാൾ വരെ നിലനിൽക്കും എന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന, അതായത് 2-ാം അധ്യായത്തിലുണ്ട് ഖുർആൻ. 2-ാം അധ്യായം 2:30 എടുത്ത് വായിക്കും ഷഫീഖ്. സൂറ 2:30 മുതൽ വായിക്കും. അവിടെയല്ലേ മലക്കിന്റെ വിഷയം പറയുന്നത്, ശരിയല്ലേ? അതെ 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 അതെ. 2:30 മുതൽ വായിക്കും. ഇതൊക്കെ നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുന്നു. മീൻസ് ദൈവത്തിന്റെ പ്രതിനിധി. അവർ പറഞ്ഞു, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ഏർപ്പെടുത്തുകയാണോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അവർ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. 30 അതാ പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞത് മലക്കുകളാണ്. ഒന്നുകൂടെ വായിച്ചേ. നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുന്നു. ഖലീഫ മീൻസ് വൈസറൻ, പ്രതിനിധി. അവർ പറഞ്ഞു, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ഏർപ്പെടുത്തുകയാണോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് സ്തോത്ര കീർത്തനം ചെയ്യുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അതാണ് 30 പറയുന്നത്. അതിൽ ഇപ്പം ഇബിലീസ് മലക്കുകളിൽപ്പെട്ട ആളാണെന്ന് അതിൽ വ്യക്തമായി. ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ട ആളാണോ? ആണെന്ന് ഈ ആയത്തിൽ വ്യക്തമായി. അപ്പൊ വേറെ ഒരായത്തിൽ പറയുന്നത് ജിന്നു വർഗത്തിൽപ്പെട്ടതാണെന്ന്. അല്ല, ഈ ജിന്ന് മലക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും വർഗവും ഒരു വർഗം തന്നെയാണ്. അതെങ്ങനെ ശരിയാകുന്നത്? അതായത് ഇപ്പൊ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഇപ്പുറത്തുനിന്ന് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ മനുഷ്യരെല്ലാം പോലീസ് എല്ലാം മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അത്ര ഉള്ളത്. അതില് വലിയൊരു തർക്കത്തിന്റെ കാര്യമൊന്നും 18-ന്റെ 50 വായിച്ചിട്ടുണ്ടോ? ഖുർആൻ 18-ന്റെ 50. 18-ന് 50 അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞുതരാം. 18-ന് 50 എടുത്തോളൂ. അൽക്കൗഫ്
18:50. 18:50 എടുത്ത് വായിച്ചു. വായി നാം മലക്കുകളോട് നിങ്ങൾ ആ ആദമിന് സുജൂദ് ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഉം, അവർ സുജൂദ് ചെയ്തു, ഉം, ഇബ്ലീസ് ഒഴികെ. അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനായിരുന്നു. ആ അതിനാൽ അവൻ തന്റെ രക്ഷിതാവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു കളഞ്ഞു. എന്നിരിക്കെ ഉം, നിങ്ങൾ എന്നെ വിട്ട് അവനെയും അവന്റെ സന്തതികളെയും കാര്യകർത്താക്കളാക്കുന്നുവോ? അവരാകട്ടെ നിങ്ങൾക്ക് ശത്രുക്കളുമാണ്. അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ മോശമത്രേ. ആയിക്കോട്ടെ, ഉം. അപ്പം അതെ. ഇത് ജിന്നു വർഗത്തിൽപ്പെട്ട ആളാണോ ഇബ്ലീസ്? ഇബ്ലീസ് ഏത് ഞാൻ വർഗത്തിൽപ്പെട്ട പറഞ്ഞല്ലോ ആളാ? ഇബ്ലീസ് ജിന്ന് വർഗ്ഗമെന്നോ മലക്കുകളെന്നോ എന്തും പറയാം. ഖുറാനിൽ അത് തന്നെ ഇത് ഈ വ്യാഖ്യാനം എവിടെ കിട്ടിയതാ? അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഈ രണ്ടാമത്തേതിൽ നിങ്ങൾ പറഞ്ഞ 30-ാമത്തേതിൽ നിങ്ങൾ നോക്കൂ. അതിപ്പം അവിടെ 30-ാമത്തേലും മലക്ക് എന്ന് പറയുന്നു, ഇതില് ഇബ്ലീസ് എന്ന് പറയുന്നു, ജിൻ എന്ന് പറയുന്നു, ശരിയല്ലേ? അതെ 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 അത് അതിപ്പോ ഇത് വേറെ രണ്ടും ഖുറാനിൽ ഒരേ വേറെ രീതി കിട്ടിയതാണെന്ന്, ഇത് രണ്ടും ഒരേ രീതിയിലുള്ളതാണെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് അതാണ് ലാസ്റ്റ് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയതെടുത്ത് നോക്കൂ. ഞാൻ കാണിച്ചത് ഏറ്റവും അവസാനത്തെ ആയത്ത്. ഇത് തീർന്നിട്ട് നമുക്ക് സൂറത്ത് അടുത്തതിലേക്ക് പോകാം. 114. നോക്കി, ഒരു മിനിറ്റ്. 114 ഏറ്റവും അവസാനം. പതിനെട്ടിന്റെ 50. ഉം. ഞാൻ വായിക്കാം. മലക്കുകളോട് നാം ആദമിനെ പ്രണമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. ഉം. അവൻ ഉം. ജിന്നുകളിൽ പെട്ടവനായിരുന്നു. തന്റെ ഉം. രക്ഷിതാവിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. എന്നിരിക്കെ ഉം. നിങ്ങൾ എന്നെ വിട്ട് ഉം. അവനെയും അവന്റെ സന്തതികളെയും രക്ഷാധികാരികളാക്കുകയാണോ? അവർ നിങ്ങളുടെ ശത്രുക്കളത്രേ. അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ. 51. ഉം. ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ നാം അവരെ സഹായികളാക്കിയിട്ടില്ല. വഴിപിഴപ്പിക്കുന്നവരെ നാം സഹായികളായി സ്വീകരിക്കുകയും ഇല്ലാതായി. ഇതിൻ്റെ അകത്ത് ഈ ഇബ്ലീസ് മലക്ക് വിഭാഗത്തിൽപ്പെട്ടാണെന്ന് ഷെഫീഖിന് എവിടുന്ന് കിട്ടി? ഇബ്ലീസ് മലക്ക് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അത് ഞാൻ പറഞ്ഞില്ലേ. 2-ാം അധ്യായത്തിലെ 30-ാമത്തെ വചന സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് നോക്കൂ. 2:30 അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകൾ സുജൂദ് അത് ചെയ്തു. ജന്നു എക്സെപ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഇബ്ലീസ്. ഇദ്ദേഹം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം? അതാ ഞാനും പറഞ്ഞത്. അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് മനുഷ്യന്മാരും മറ്റേത് ജിന്നും അല്ലെങ്കിൽ മലക്കുകളും. അതാണ് സൂറത്തുർ റഹ്മാനില് 55-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹലക്കൽ ജിന്ന് വൽ ഇൻസാൻ എന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യരെയും ജിന്നുകളെയും 2 കാറ്റഗറി സൃഷ്ടിച്ചു എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ അതില് മലക്കുകളും ജിന്നുകളും ഒരേ ഒരു കാറ്റഗറി ആണെന്നാണ് അതിൽ വരുന്നത്. അതിലിപ്പോ എന്താ തർക്കണം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇബ്ലീസ് ഇപ്പൊ ഐതർ മലക്ക് ഓർ ജിന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളിപ്പോ മലക്ക് ആണ് ഇന്ന് കൂട്ടുക. ഇബ്ലീസ് മാലാഖയാണ്. 2-30 പറയുന്ന ഇബ്ലീസ് മാലാഖയാണ്. ആ മാലാഖ അനുസരിച്ചില്ല എന്ന് കൂട്ടുക. മാലാഖ അത് അനുസരിക്കാത്ത എന്തിനാ ഈ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ അനുസരിക്കാത്ത എന്തിനാണ് ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോട് പണി കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, 2ന്റെയും കൂടി ജനറൽ കാറ്റഗറി ഒന്നാണ് പേര്. ഇപ്പൊ അത് എവിടുന്നാണ് ഷെഫീഖിന് ഈ 2 ജനറൽ കാറ്റഗറി ഒന്നാണെന്നുള്ളതിന്റെ തെളിവ് ഒന്ന് തരാം? 2 അതാണ് ഒന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. സൂറത്തുർ റഹ്മാൻ 55-ാമത്തെ അധ്യായത്തിൽ ഹലക്കൽ ജിന്ന വൽ ഇൻസാൻ ഒരു വാക്യമുണ്ട്. അതായത് ദൈവം 55 55 ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞോ 55-ന്റെ ഞാൻ 55 14-15 55 14-15 14-15 വായിച്ചേ. 14-15 മനുഷ്യനെ അവൻ ചൂളവെക്കപ്പെട്ട മണ്ണ് പോലെ ചിലപ്പുള്ള മണ്ണിലാൽ സൃഷ്ടിച്ചിരിക്കുന്നു. ജിന്നിനെ അഗ്നിയിൽ നിന്നുള്ള ശുദ്ധജ്വാലയാൽ സൃഷ്ടിച്ചിരിക്കുന്നു. 2 കാറ്റഗറിനെ പറ്റിയാ പറഞ്ഞത്.
ഒന്ന് അതെ ഇൻസാൻ എന്ന് പറഞ്ഞ മലക്കുകള് മനുഷ്യവർഗതും. അതേ ഞാൻ പറഞ്ഞല്ലോ, ഈ ക- മലക്കുകൾ കലം പോലെ ജിന്നുകളാണ്. മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് ജിന്നിനെ അവൻ സൃഷ്ടിച്ചു. ശരിയല്ലേ? ആ അങ്ങനെ പറയാ. ഉം. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അല്ല അതെന്താ ഇപ്പൊ താങ്കൾ വായിച്ച പരിഭാഷ ഏതാ? ഞാൻ ഡയറക്റ്റ് അങ്ങനെ ആരും എഴുതിയ പരിഭാഷ ഒന്നല്ല, മലയാളത്തിലുള്ള ഡയറക്റ്റ് പരിഭാഷ വെച്ചു. അങ്ങനെ അത് തന്നെ തന്നെ ഞാൻ ചോദിച്ചേ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേത് പരിഭാഷയാണെന്ന്. ചുട്ടെടുത്ത മൺപാത്രം പോലെയുള്ള അങ്ങനെ തന്നെ. ഉം. ഇത് ആളെ എഴുതിയൊന്നല്ല, ഡയറക്റ്റ് അതിന്റെ പിന്നെ മലയാള പരിഭാഷയാണ്. വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലാത്ത പരിഭാഷയാണെന്ന് പറയാം. അതെ. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ നമ്മൾ ഓക്കെ സബ്ജക്റ്റിലേക്ക് വരിക. സബ്ജക്റ്റിലേക്ക് വരുവാ. പറഞ്ഞോ പറഞ്ഞോ. അതെ, അതെ. ഉം. അപ്പൊ ഞാൻ സ്ഥാപിച്ചുകൊണ്ടുവരുന്നത് ആകെ 2 കാറ്റഗറിയേ ഉള്ളൂ. ആ 2 കാറ്റഗറിയിൽ പെട്ടാണ് ജിന്ന്, മലക്കുകളിൽ പെട്ടാണ് ഇബിലീസ്. അതെ, അതിന്റെ ഉം. എന്താണ് അതിലൊരു തർക്ക വിഷയമായിട്ട് വരേണ്ട കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഇബിലീസ് ജിന്നാണോ മലക്കാണോ എന്നുള്ളത്. ലീസർഷേ പോയോ? ഇവിടുത്തെ തർക്ക വിഷയം എന്തായിരുന്നു സുനിൽ ഡോക്ടർ? അല്ല, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഹദീസിൽ വിശ്വസിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് അധികം സംസാരിക്കാനില്ല. പിന്നെ ഞാൻ ചോദിച്ചത്, ആ ഈ ഖുറാൻ ഹദീസ് ഇല്ല, ഇറക്കുന്ന ഷഫീഖിന് ഹദീസ് ഇല്ല. അയ്യേ, ഹദീസില്ല. നമ്മളത് പ്രമാണമായിട്ട് ഹദീസ് അംഗീകരിക്കുന്നില്ല. ശുദ്ധ അബദ്ധവും ശുദ്ധ തമ്മാടിത്തരമാണ് എല്ലാ ഹദീസ് മതത്തിലും ഹദീസിലുണ്ട്. ഹദീസ്. യെസ്, അതെ, യെസ്. ഓക്കെ ഖുർആൻ ഓക്കെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ ഖുർആൻ അല്ലാത്ത വേറെ ഹദീസ് ഏത് ഹദീസാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് പിടി കിട്ടി. ഓക്കെ, അതിപ്പോ നിങ്ങൾ ഹദീസ് വിശ്വസിക്കുന്നില്ല. അതിപ്പോ ഇതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അള്ളാഹുവിന് ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജിന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഇബിലീസിനെ മലക്കുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മലക്കുകളോട് പറഞ്ഞ കാര്യത്തിന്മേ അള്ളാഹു ആദത്തിനെ സുജൂത് ചെയ്തിട്ടില്ല, സുജൂത് ചെയ്തില്ല. അപ്പം ജിന്നു വിഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? ഇബ്ലീസിന് എന്താണ് പ്രശ്നം? കാരണം ഇബ്ലീസിനെ സൃഷ്ടിച്ചത് പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് ജിന്നുകളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ മലക്കുകളെ സൃഷ്ടിച്ച എങ്ങനെ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൽ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് അല്ല, വെച്ചാൽ ഞങ്ങൾക്ക് ഇബിലീസ് പ്രസക്തി ഉണ്ടല്ലോ. അല്ല, കാരണം നിങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവണല്ലോ, എന്തെങ്കിലല്ലേ നിങ്ങൾ ഉണ്ടാവും. ക്ലെയിം. ഞങ്ങൾക്ക് ഞാൻ പ്രസക്തി പറഞ്ഞത് ഉണ്ടല്ലോ. ഞങ്ങള് ഞാൻ പറഞ്ഞത് അതിനുള്ള ആൻസർ ആണ് 2-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനം. മലക്കുകളോട് മൊത്തം 2:30 എവിടെയാണ്? 2:30 എവിടെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ എടുക്കാം അൽബക്കർ എടുക്കിയിരിക്കുന്നു. എടുക്കാം. കൊള്ളാം. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ആദം എന്ന് പറയുന്നത്. അത് കാരണം നമുക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ആദത്തിന്റെ വിഷയത്തിൽ ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് 2:30. അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ 2:30 മുതൽ വായിച്ചോന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതെ 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 അതെ, നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു. അത് തന്നെ. 2:30 ആദത്തിന്റെ വിഷയമാണ് എന്റെ വർഷങ്ങളായിട്ടുള്ള ഡിബേറ്റ് വിഷയം. പക്ഷെ ആരും വരുന്നില്ല എന്നുള്ളതാണ്. പോട്ടെ. ഞാനിത് ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കിയ രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഇത് ഈ കുഴപ്പമുണ്ടാകിയ രക്തം ചിന്തിക്കുന്നവരാണെന്ന് ഈ അള്ളാഹുവിന് മുമ്പേ മലക്കുകൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അവൻ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവൻ ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പിന്നീട്. എന്നിട്ടിപ്പോ ഈ മലക്കുകളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭമുള്ള അവിടെ. അതെ, പോട്ടെ 34-ലേക്ക് പോട്ടെ. 2 താഴോട്ട് വരും. 34. 32, 34. അനന്തരം അവൻ പറഞ്ഞു, ആദമേ, ഇവർക്ക് അവരുടെ നാമങ്ങളെ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു. 34. ഓക്കെ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിച്ചു, അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരുന്നു. ഓക്കെ, അതിന്റെ അകത്ത് ആൻസർ ആണ് എനിക്ക് വേണ്ടത്. എന്തെക്കാളും മലക്ക് വിഭാഗത്തിൽ പെട്ടതാണ് ജിന്നെന്ന് ഷെഫീഖിനോട് ആരാ പറഞ്ഞത്? ഇതേ നിങ്ങൾ 34 വായിക്കൂ. അതായത് നിങ്ങൾ 34-ന്റെ അകത്ത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതെന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത്? മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക, എന്നിട്ട് അവൻ സുജൂദ് ഇബ്ലീസ് ഒഴികെ എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻക്ലൂഡഡ് ഇൻ ദി മലക്ക്. ഇബ്ലീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇബ്ലീസ് ജിന്നുവർഗത്തിൽപ്പെട്ട ആളല്ലേ?
അതാണല്ലോ ഞാൻ പറഞ്ഞത്, ജിന്നുകളും മലക്കുകളും രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞത്. ഞാൻ ഒരുപാട് അതെവിടുന്ന സ്ഥലത്ത് ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒന്നാണെന്നുള്ളത് നിങ്ങളൊന്ന് സ്ഥാപിച്ച. ഈ മലക്ക് തന്നെയാണ് ജിന്ന് അതാണല്ലോ എന്നുള്ള ജിന്ന് അ- രണ്ട് അത- അ- എവിടെ? അതാണ് അതാണല്ലോ ഞാൻ നിങ്ങൾ സൂറത്ത് 50 സൂറത്ത് പറഞ്ഞു ഹലക്കൽ ജിന്ന വൽ ഇൻസ എന്ന് പറഞ്ഞത്. ആ മനുഷ്യന്മാര് രണ്ട് പുകയില്ലാത്ത കാറ്റഗറിയാണ് ജ്വാലയിൽ നിന്ന് ഭൂമിയിലുള്ളത്. ജിന്നുകളെയും സൃഷ്ടിച്ചു. അതെ ഓക്കെ, ജിന്നുകളെ അതെ, സൃഷ്ടിച്ചു. മലക്കിനെ എവിടെ സൃഷ്ടിച്ചു? ഖുറാന്റെ അകത്തുണ്ടോ? ഖുർആനിൽ മലക്കും മലക്കുകളെ ജിന്നും ഒരു സൃഷ്ടിച്ചു. വിഭാഗത്തിൽപ്പെട്ടതാണോ? മലക്കും ജിന്നും ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്താ സംശയം നിങ്ങൾക്ക്? ഉറപ്പാണോ? ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്, ഒരു ഉറപ്പാണോ? വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഞാൻ സംശയം ചോദിക്കുന്നത് ജിന്നെന്നുള്ള ഏ ഉറപ്പാണ്. ആണോ? എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്? അപ്പൊ എനിക്ക് ഈ ഉറപ്പാണ്, ഈ- ഈ ജി- അപ്പൊ ജിന്ന് എനിക്ക് ഉറപ്പാണ്. എന്ന് പറയുന്നത്, അപ്പൊ ജിന്ന് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നവരാണോ? മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നത് ജിന്ന് ജിന്ന് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതാണെന്നാണ്. ആണോ? വഴിപിഴപ്പിക്കും. പിഴപ്പിക്കും. അത് അപ്പൊ മലക്കുകളോ? ത്രൂ എന്താ പറയാ, നിങ്ങളെ കണ്ണിന്റെ നമ്മളെ ഡയറക്റ്റ് വ്യൂ കൂടെ അല്ലാന്നേ ഉള്ളൂ. മലക്കുകൾ വഴിപിഴപ്പിക്കുന്നതാണോ? മലക്കുകൾ വഴിപിഴപ്പിക്കുമോ? മലക്കുകൾ വഴിപിഴപ്പിക്കില്ല, പിഴപ്പിക്കല. അപ്പൊ പിന്നെ പിഴപ്പിക്കില്ല. രണ്ടുപേരും ഒരേ വിഭാഗത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞു. ഒരേ വിഭാഗത്തിൽപ്പെട്ട ആണ്, പക്ഷെ അതിൽ ജിന്നുകൾ വഴിപിഴപ്പിക്കും, മലക്കുകൾ വഴിപിഴപ്പിക്കില്ല. ആ അങ്ങനെയാണല്ലേ? പറഞ്ഞോളൂ, നിങ്ങൾ അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു. ഈ ജിന്നിനെ സൃഷ്ടിച്ചതാരാ? അതല്ലേ നമ്മള് നേരത്തെ പറഞ്ഞത്, ആകെ 2 കാറ്റഗറിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ, ഇൻസും ജിന്നും. ആ രണ്ടിനെയും സൃഷ്ടിച്ചതല്ലേ? ആ അതെ. അപ്പൊ ആരാ അതെ, സൃഷ്ടിച്ചത്? ജിന്നിനെ സൃഷ്ടിച്ചത് അത് അള്ളയാണെന്ന് അള്ള തന്നെ പറഞ്ഞല്ലോ ഖുർആനിൽ. ഈ ഞാൻ പറയുന്നത് എന്നെ അള്ളയാണെന്ന് അള്ള പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം. അപ്പൊ അള്ള അതെ അതെ, ഇബിലീസിനെ ജിന്നിനെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ ഇബിലീസ് ജിന്നു വിഭാഗത്തിൽപ്പെട്ടവനാണ്. അപ്പൊ ഇബിലീസ് ജിന്നു വിഭാഗത്തിൽപ്പെട്ടയാളാ. ഇബ്ലീസ് ജിന്ന് വിഭാഗത്തിൽപ്പെട്ടെന്നല്ല, മലക്കുകളോട് പിന്നെ സുജൂദി വണങ്ങാൻ പറഞ്ഞപ്പോ എല്ലാ മലക്കുകളും വണങ്ങി, ഇബിലീസ് ഒഴികെ എന്ന് പറയുമ്പോ ഇബിലീസ് വേറെ ഏതോ ഒരു കാറ്റഗറിയിൽ, വേറെ എവിടുന്നോ ഒരു അന്യഗ്രഹത്തിൽ വന്നല്ല അതിന്റെ അർത്ഥം. 18:50 പറയുന്ന അവൻ ഇബിലീസ് ജിന്നിൽപ്പെട്ടവനായിരുന്നു, അങ്ങനെ അവൻ അവന്റെ റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതേ ഖുർആനിൽ അന്നേരം ഇപ്പൊ തന്നെയാണ് ഇബിലീസ് ഇത് പറയുന്നത്. ജിന്നു വിഭാഗത്തിൽപ്പെട്ടവനാണോ? ഇബിലീസ് ജിന്ന് പെട്ടെന്ന് ആ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ 30 പറയുന്നുണ്ട് ഇബിലീസ് മലക്കുകളിൽ പെട്ടാണെന്ന് പറയുന്നു. മലക്കുകളിൽ പെട്ടതാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഷെഫീഖ, ഇല്ലാത്ത കാര്യം പറ. അല്ല, അവിടെ എവിടാണ് മലക്കുകളിൽ പെട്ടവനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറയാം. നിങ്ങള് ആദ്യമേ നിങ്ങൾ പ്രണമിക്കുക ഒരു ചെറിയ എന്ന് നാം ഒരു ചെറിയൊരു മലക്കുകളോട് ഉദാഹരണം, പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു ഉദാഹരണം. നിങ്ങളെ മുമ്പിലുള്ള 10 ആളുകളോട് പറയാ, നിങ്ങൾ 10 പേരും എന്റെ കൂടെ ഒന്ന് മാർക്കറ്റ് വരെ വരണം എന്ന് പറഞ്ഞു. അതിൽ 9 ആളും നിങ്ങളോട് കൂടെ വന്നു. ഒരുത്തൻ അവിടെ വന്നില്ല, ഒരുത്തൻ മാറിയിരുന്നു. അപ്പോ പിന്നീട് നിങ്ങൾ പറയാ, ഞാൻ ആ മാറിയുന്ന ആള് മനുഷ്യനാണോ അതോ അതല്ല പൂച്ചയാണോ എന്ന് പറയുന്നതിന്റെ മാതിരിയാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത്. കാരണം ഇത് ഒരേ ഉദാഹരണം കൊണ്ട് ശരിയായില്ല, വേറെ ഒന്നും പറ. അത് തന്നെ, ആ ഉദാഹരണത്തിൽ തന്നെ എനിക്ക് ഇത് മനസ്സിലാവും. അത് വേറെ ശരിയല്ല. ഷെഫീഖെ, അവിടെ ഒരു ഞാൻ 10 പേരോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. 9 പേര് വന്നു, ഒരാൾ വന്നില്ല എന്നുകൊണ്ട് ആ വന്നിരിക്കുന്ന ആള് മനുഷ്യൻ തന്നെയല്ലേ. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ആദ്യമേ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്നാണ് പറഞ്ഞത്. ആര്? അള്ളാഹു പറയാണ്. അള്ളാഹു മലക്ക് വഴി മുഹമ്മദിനോട് പറയുകയാണ്. അല്ല, മലക്ക് പറയാണ്. അള്ളാഹു പറയാണ്, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിച്ചു. കാരണം അവന് ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവൻ മലക്ക് വിഭാഗത്തിൽപ്പെട്ടതല്ല, അവൻ ജിന്നു വിഭാഗത്തിൽപ്പെട്ടതല്ലേ. ഇബ്ലീസ് ജിന്നു വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ഖുറാന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഷെഫീക്ക് പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. നിങ്ങൾ ഈ ഖുറാനിൽ നിന്നും തെളിയിച്ചത്, എന്തൊക്കെയാണ് ബാക്കിയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇല്ല. അപ്പൊ ഖുറാനിൽ നിന്ന് തെളിച്ച് ഇത് രണ്ടും ഒരു വിഭാഗക്കാരാണെന്ന് ഒന്ന് തെളിയിച്ച്. ഏത് ആയത്താ തരുന്നത്? തെളിയിക്കുക. അതിനാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത വേറൊരു അധ്യായത്തില് പറയുന്നുണ്ട്, ആദമിനെ കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ പിന്നെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യാൻ തയ്യാറല്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് ഇബിലീസ് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നതിൽ ഇബിലീസ് മലക്കാണോ ജിന്നാണോ എന്നുള്ള പ്രസക്തി വരുന്നില്ല. രണ്ടു കൂട്ടരോടും പറഞ്ഞാലും ശരി, ഇബിലീസിന്റെ റിപ്ലൈ എന്താണ്? നിങ്ങളിപ്പോ പറയുന്നത് ഇബിലീസിനെ ഒരു പുണ്യ പുരുഷനായി മാറ്റാൻ, അല്ല പുണ്യ ഒരു അത് എന്താ പറട്ടെ, ഇബിലീസ് എന്ന് പറഞ്ഞാൽ ഇബിലീസ് തന്നെ മാറ്റാനുള്ള ശ്രമമാണ്. കാരണം ഇബിലീസിനെ ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇബിലീസ് അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. എന്നിട്ട് പാവപ്പെട്ട ഇബിലീസിനെ അങ്ങനെ ഒരു കാരണമില്ലാതെ ശപിച്ചു. അങ്ങനെ ഇബിലീസിനെ ഔട്ടാക്കി എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ആക്ച്വലി കാര്യങ്ങൾ അങ്ങനെയല്ല.
ഇബിലീസിന്റെ റിപ്ലൈ, എന്തുകൊണ്ടാണ് ഇബിലീസ് സുജൂദ് ചെയ്യാതിരുന്നത്, എന്റെ കാറ്റഗറിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള മറുപടി അല്ല ഖുർആൻ പറയുന്നത്. ആ ആയത്ത് ഉം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആ ആയത്ത് ആ പറഞ്ഞു 17:61. ആ 1761 നോക്കട്ടെ, വായിച്ചു. ഞാനൊന്ന് നോക്കിയില്ല, നോക്കട്ടെ. ആ ചെക്ക് ചെയ്തോ. നോക്കട്ടെ. ഷഫീഖ് ഫത്വ അക്സെപ്റ്റ് ചെയ്യോ? അതെ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുകയും എന്ന് മലക്കിനോട് നാം പറഞ്ഞ സന്ദർഭം. അപ്പോൾ അവൻ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ പറഞ്ഞു, നീ കളിമണ്ണിനാൽ സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യുക. അവൻ പറഞ്ഞു, കണ്ടുവോ, ഇവനോ എന്നെക്കാൾ നീ ആദരിച്ചിട്ടുള്ളവൻ. തീർച്ചയായും കിയാമത്ത് നാള് വരെ നീ എന്നെ പിന്തിച്ചുവെങ്കിൽ ഇവന്റെ സന്തതികളെ അല്പം ഒഴിച്ച് ഞാൻ അടക്കി ഒതുക്കുക തന്നെ ചെയ്യും. വെല്ലുവിളിക്കുകയാണ് ദൈവത്തോട്. അവൻ പറഞ്ഞു, നീ പോയിക്കൊള്ളുക. എന്നാൽ അവരിൽ നിന്ന് നിന്നെ ആർ പിന്തുടർന്നു, അപ്പോൾ നിശ്ചയമായും ജഹന്നം നിങ്ങളുടെ പിൻബലമായിരിക്കും. കംപ്ലീറ്റ് റിവാർഡ്, പൂർണ്ണമാക്കപ്പെട്ട പ്രതിഫലം. ഓക്കെ, ഇത് ഞാൻ ചോദിച്ചതായിട്ട് എന്താണ് ഇത്? കാരണം ഇതിന്റെ അകത്ത് നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞു. അപ്പോൾ അവൻ പ്രണമിച്ചു, ഇബിലീസ് ഒഴികെ. അവൻ ചോദിച്ചു, അവിടെ ഇബിലീസ് ഒഴികെ, കാരണം അത് ശരിയല്ല. മലക്കുകളോട് പറഞ്ഞ കാര്യത്തില് ജിന്നു വിഭാഗത്തിൽപ്പെട്ട ഇബിലീസ് എന്തിനാണ് അവിടെ ഇത് ചെയ്യേണ്ട കാര്യം? അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇവിടെ അത് തന്നെയല്ലേ, നിങ്ങൾ ആദമിന് പ്രണമം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞു. അപ്പോൾ അവർ പ്രണമിച്ചു. ശരിയാണ്. സൂറ പശുവിന്റെ 30 മുതൽ വായിക്കുന്ന പോലെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അതല്ല ഞാൻ ഇതിലേക്കോട് പറഞ്ഞ വെച്ചാൽ, ഈ രാജാവിനേക്കാളും വലിയ രാജാവ് ഇബിലീസിന് നിങ്ങൾ പറഞ്ഞ ക്ലെയിം ഇല്ല. ഇബിലീസിന്റെ ക്ലെയിം പിന്നെ ഇബിലീസിന് നിങ്ങൾ പറഞ്ഞ ക്ലെയിം ഇബിലീസിനില്ല. അതാ നിങ്ങൾ നോക്കുക, അതിന്റെ താഴെ ഇബിലീസ് പറഞ്ഞു, നീ കളിമണ്ണിനാൽ സൃഷ്ടിച്ചവനെ ഞാൻ സുജൂദ് ചെയ്യും. അതായത് ശരിയല്ല പുള്ളി ചോദിച്ചത്. കാരണം മലക്കളോട് പറഞ്ഞ കാര്യത്തിന് എന്തിനാണ് ഇബിലീസ് കയറി ഇത് ചെയ്യേണ്ട കാര്യം? പുള്ളി ചോദിച്ചത് ശരിയല്ലേ? പുള്ളി ചോദിച്ചത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. കാരണം ഈ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് ഈ ജിന്നു മലക്കുകളോട് പറഞ്ഞ് നിങ്ങൾ സുജൂദ് ചെയ്യുക, ഒക്കെ അവര് ചെയ്തു. ജിന്നു വിഭാഗത്തിൽപ്പെട്ട ഇബിലീസ് അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജിന്നു വിഭാഗത്തിൽപ്പെട്ടവരല്ല. നിങ്ങൾ മറ്റുള്ള പുസ്തകങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ പുസ്തകങ്ങളിലേക്ക് പോകുന്നില്ല. എന്നുണ്ടെങ്കിൽ മലക്കുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിഷയം തീരും. പക്ഷെ നിങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ പുസ്തകത്തിന്റെ അതാണേലും പറയുന്നുണ്ട്, ജിന്ന് വിഭാഗം വേറെ, മലക്ക് വിഭാഗം വേറെ. ജിന്നുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോപത്തിനിരയായവരാണ്. അവർ എന്ത് ചെയ്തു എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് വിഷയം വിട്ടേരും. പക്ഷെ ഇതിന്റെ അകത്ത് പറയാണ്, നിങ്ങൾ 61-ാമത്തെ നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞു. ശരിയാണ്. ജിന്നു വിഭാഗത്തിൽപ്പെട്ട ഇബ്ലീസ് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം പുള്ളി ചെയ്യുന്നില്ലല്ലോ, പിന്നല്ല പറയാത്ത കാര്യം. ഷഫീഖെ ഒന്നും മനസ്സിലാക്കുക. ഇത് തന്നെ രണ്ടിന്റെ ഇത്രയും ബാലിശമായ ഒരു കാര്യങ്ങളില് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൽ യാതൊരു അംബിഗ്വിറ്റിയും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാല്, ജനറലി ആയിട്ട് ഗോഡിന്റെ കമാൻഡാണ്, അത് ഇബിലീസ് സ്വീകരിച്ചില്ല. അതിന്റെ റീസൺ ആണ് പറഞ്ഞു കഴിഞ്ഞു. ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചങ്ങാക്കി ഞാനെങ്ങനെ സുജൂദ് ചെയ്യുക? അതുകൊണ്ട് ദൈവത്തിന്റെ കമാൻഡ് ധിക്കരിച്ചു എന്നുള്ളതാണ് ഇബിലീസിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആദത്തിനെ വഴിപഴപ്പിച്ചതാരാ? ഇബിലീസ്. ഇബിലീസാണോ? എന്തായിരുന്നു ആദത്തിനോട് അള്ളാഹു കൊടുത്ത കൽപ്പന എന്തായിരുന്നു? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? അല്ലല്ല, ഒന്ന് പറഞ്ഞു. നമുക്ക് അറിയുന്ന കാര്യമല്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. ഷെഫീഖ് ഒന്ന് പറഞ്ഞേ. ഷെഫീഖ്, ഒരു മരത്തിന്റെ മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ദൈവം ഒരു കമാൻഡ് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ഖുറാന്റെ അകത്ത് എവിടെയാണ് വൃക്ഷഫലം കഴിച്ചു കഴിഞ്ഞാല് പ്രശ്നമാവെന്ന് പറഞ്ഞിരിക്കുന്നത്? ഖുറാനിൽ രണ്ടാമത്തെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ വൃക്ഷഫലം കഴിക്കുന്നതിലാണോ ആദം കാണിച്ച തെറ്റ്, അതോ വൃക്ഷത്തെ സമീപിച്ചതിലാണോ ആദം കാണിച്ച തെറ്റ്, അതോ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചതാണോ ആദം ചെയ്ത തെറ്റ്? വലാ തഖ്റബ ഹാദിഹി ശജറതി വതകൂനാ മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മരത്തിന്റെ അടുത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ നീ അക്രമികളിൽ പെട്ടു പോകുന്നു ദൈവം പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതാണ് ഏറ്റവും. അപ്പൊ കൽപ്പന ലംഘിച്ചതാണ് പാപം. ശരിയാണല്ലോ? അതെ, കൽപ്പന ലംഘിച്ചതാണ് പാപം. ആ പാപം ഇപ്പോഴും എല്ലാ മനുഷ്യരിലും ഉണ്ടോ?
ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ ബാധകമാണ്. എന്ത് ഞാൻ ചോദിച്ച സംശയം? ആദമിൽ അന്നേരം ആദമിനെ സൃഷ്ടിച്ചപ്പോ ഈ അനുസരണക്കേടെന്ന ആത്മാവോടി അല്ലല്ലോ സൃഷ്ടിച്ചാണോ? അതൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഈ അനുസരണക്കേട് എന്നാണല്ലോ അള്ളാഹുവിനോട് ചെയ്ത പാപം, ശരിയല്ലേ? അതെ, ആ അനുസരണക്കേടിന്റെ അനുസരണക്കേട് ആത്മാവോടുകൂടി തന്നെയാണോ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത്? അങ്ങനെ വരണല്ലോ, അതുകൊണ്ടാണല്ലോ ആ അങ്ങനെ വന്നത്. അങ്ങനെ വന്നു. അപ്പൊ പിന്നെ ഇബ്ലീസിനെ പിന്നെ അതെന്തിനാണ് നിങ്ങൾ? കാരണം അള്ളാഹുവിനോട് കാണിച്ച അനുസരണക്കേടിൽ ഇബ്ലീസിന് എന്ത് കാര്യം അവിടെ? കാരണം അള്ളാഹു ആ തന്നെയല്ലേ അനുസരണക്കേടിന്റെ ആത്മാവോട് തന്നെ അള്ളാഹുവിനെ അതെ അതെ ആദത്തിനെ സൃഷ്ടിച്ചത്. ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ റൂട്ട് മനസ്സിലായത്. ഇനി ഞാൻ മറുപടി പറഞ്ഞു. ഉം, ഉം. ഇപ്പോഴാണ് റൂട്ട് മനസ്സിലായത്. അതെ, നമ്മള് ഈ ദൈവിക സംഗതിയെ, ദൈവത്തിന്റെ ചിന്താഗതി, പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയെ ഹ്യൂമൻ മൈൻഡിൽ കൂടെ അളക്കാൻ നോക്കിയാൽ നടക്കൂല. ആരും വിജയിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക. അതിനാണല്ലോ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം മനുഷ്യന്മാര് തമ്മിലുള്ള നമ്മുടെ ഇടപാടുകള്, കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള അങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾ, ഇതൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാം. പക്ഷേ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ആ ഒരു മെഷർ ചെയ്യാൻ മനുഷ്യന്മാർ അശക്തരാണ്. ഇതിനെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു. ഓക്കെ, കഴിഞ്ഞാ കഴിഞ്ഞു ഷെഫീക്കെ? കഴിഞ്ഞു. ഓ പറഞ്ഞോളൂ ഷെഫീക്കെ, പറഞ്ഞോളൂ ഇവിടെ പറഞ്ഞോളൂ. ഇവിടെ താങ്കൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് താങ്കളുടേതായിട്ടുള്ള രീതിയാണ്. അള്ളാഹുവിനെ ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സ്വയം ഇരുന്ന് സ്തുതിക്കുന്ന ആളാണ്. അത് വേറൊരു വശം, അവിടെ ഇരിക്കട്ടെ. അല്ല, അപ്പൊ ഇവിടെ അങ്ങനെയൊന്നല്ല. അങ്ങനെയൊന്നല്ല. പറഞ്ഞോളൂ ആര് പറഞ്ഞു? നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള പുസ്തകങ്ങൾ എടുക്കുന്ന സാഹചര്യമായിരുന്നു ഇപ്പൊ ഷെബീക്കെ. ഈ ചർച്ച ഇപ്പൊ ഇവിടെ കൊണ്ട് തീർന്നേരെ. നിങ്ങൾ ഖുറാനിഷ്ട മാത്രമായതുകൊണ്ടാണ് നിങ്ങൾ ചർച്ച മുമ്പോട്ട് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹദീസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സകലതും ആദത്തിനെ സൃഷ്ടിക്കുന്നതിന് 40 വർഷത്തിന് മുമ്പേ ആദം ഇന്ന പാപം ചെയ്യണമെന്ന് ഞാൻ വിധി എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. മുസ്ലിമിലും ഉണ്ട്, തിർമിദിയിലും ഉണ്ട്. അതൊക്കെ ഗാർബേജ് വേസ്റ്റ് ആണ്. അതിനെ പറ്റി നിങ്ങൾ പറയണ്ട. നമ്മൾ സമയം അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോകാത്തത്. അതുകൊണ്ട് ഷെഫീഖ എന്ന് പറഞ്ഞേ, ഈ ആദമിനെ സൃഷ്ടിച്ചത് അനുസരണക്കേടിന്റെ ആത്മാവോടുകൂടി തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇബ്ലീസിനെ ഇതിന്റെ അകത്ത് കയറി ഉൾപ്പെടുത്തേണ്ട കാര്യം? കാരണം അള്ളാഹു അല്ലേ അതിൽ തെറ്റുകാരൻ. ഖുറാന്റെ അകത്ത് പറയുന്നു ഞാൻ വഴിപിഴപ്പിക്കുന്നവനാണെന്ന് പറയുന്നു. ഞാൻ വഴിപിഴപ്പിച്ചവരെ നിങ്ങൾക്ക് നേരെയാക്കാനും പറ്റത്തില്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ അള്ളാഹു അല്ലേ വഴിപിഴപ്പിക്കുന്നവരിൽ ഒന്നാമൻ? ഒരിക്കലും അല്ല. അത് ബാക്കി വായിച്ചാൽ നിങ്ങൾ ഖുർആൻ മൊത്തം വായിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതായത് ഒരു ഹ്യൂമൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഹ്യൂമനില് 2 ഓപ്ഷൻ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ദൈവം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ്. അതില് റൈറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പല സ്ഥലത്തും കയറി മദ്യപിക്കുക, ആരും അറിയാതെ മദ്യപിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസാൻമാർഗിക പ്രവൃത്തികളൊക്കെ എനിക്ക് ചെയ്യാം. അതേസമയം ഇത് ചെയ്യാതെ നമുക്ക് എന്റെ കുടുംബത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഏണിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പരോപകാരം ചെയ്യുക, അവര് ദാനധർമ്മങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഈ ചിന്താഗതി എന്റെ മനസ്സിൽ എനിക്ക് ഊട്ടിയുറപ്പിച്ചു കൊണ്ടുവരാം. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ ചിന്താഗതി എന്ന് പറയുന്നത് ഇബിലീസിന്റെ ചിന്താഗതിയായിട്ട് ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്താ. ഏത്? മദ്യപിക്കുക, ആർക്കും ഒരു ഗുണമില്ല, എന്റെ കാരണം ഞാൻ തന്നെ നശിപ്പിക്കുകയാണ്, പിന്നെ അനാവശ്യ മാർഗങ്ങളിൽ പൈസ ചെലവാക്കുക, എന്താ വേറെ പല രീതിയിലും ചെലവാക്കുക, അതുകൊണ്ട് സമൂഹത്തിനും ആർക്കും ഒരു ഗുണമില്ല, വെച്ചതില്ല, ഒന്നുമില്ല, എനിക്ക് മാത്രം എന്റെ കുടുംബത്തിന് മാത്രം അതിന്റെ ദോഷം. പക്ഷേ ഞാനിപ്പോ ഒരു ചാരിറ്റി ചെയ്യാം. രണ്ടാമത്തെ ചാരിറ്റി ചെയ്യുമ്പോൾ ആ ഒരു ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫാമിലിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുക, അത് ദൈവിക മാർഗമായിട്ട് ഞാൻ കാണുന്നത്. ഇതാണ് 2 വേ എന്ന് പറയുന്നത്. അതൊരു മനുഷ്യനെ എങ്ങനെയും അത് സ്വീകരിക്കുക. അപ്പോ അതൊരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്നുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അള്ളാഹു ആരെയും വഴിപിഴപ്പിക്കത്തില്ല എന്നാണോ പറയുന്നത്? അള്ളാഹു ആരെയും, അതായത് തന്നിഷ്ടപ്രകാരം ആർക്കും ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൈറ്റ് വേ അള്ളാഹു വഴിപിഴപ്പിക്കുമെന്നാണ് എന്റെ ചോദ്യം. അള്ളാഹു മറ്റുള്ളവരെ കൊണ്ട് ചെയ്യും, അള്ളാഹു ആരെ വഴിപിഴപ്പിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ വഴി പഴിപ്പിക്കുകയും ചെയ്യും. ഉറപ്പല്ലേ? എന്ത് സംശയം? അപ്പൊ ഇബ്ലീസോ? ചിരിക്കല്ല, നിങ്ങൾ ചിരിക്കണ്ട. അള്ളാഹു വഴി പഴിപ്പിക്കും. അള്ളാഹു വഴി. അപ്പൊ ഇബ്ലീസോ?
ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ അള്ളാഹ്ക്കെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. അല്ല ഇബിലീസ് ഏഹ് വഴിപഴിപ്പിക്കുവോ? അല്ല പറയൂ. അതൊക്കെ പറയുന്നേക്ക് നിങ്ങൾ പറയുന്ന വ്യക്തി എനിക്ക് അറിയല്ല, നിങ്ങൾ സംസാരിക്കുന്ന അള്ളാഹ്ക്കെതിരായിട്ട് നിങ്ങളിപ്പോ ഇബിലീസ് വഴിപഴിപ്പിച്ചാന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ അള്ളാഹു വഴിപഴിപ്പിച്ചാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങൾ അത് തന്നെയാ പറയുന്നത്, മനുഷ്യരെ വഴിപഴിപ്പിക്കുന്നതും പിശാചാണെന്നാ ഞങ്ങൾ പറയുന്നത്. ഇവിടെ അള്ളാഹു വഴിപഴിപ്പിക്കുന്ന എഴുതി വെച്ചു, ഖുറാന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. അതെ ഞാനും പറഞ്ഞതല്ലേ, നിങ്ങളിപ്പോ ആ വഴിപഴിപ്പിക്കുന്നത്, നിങ്ങളിപ്പോ ഈ രീതിയിൽ വഴിപഴിപ്പിച്ച് സംസാരിപ്പിക്കുന്നത് അള്ളാഹുവാണ്, ഒരു സംശയമില്ല. ആ അന്നേരം ഇപ്പൊ ആ ഞങ്ങള് തെറ്റുകാരാണോ? അത് തീരുമാനിക്കുന്നത് ഞാനല്ല, ഏ അത് തീരുമാനിക്കുന്നതാണ് ഷെബീക്കെ, ഞാനല്ല. ഷെബീക്കെ, അല്ല, ഇത് അക്കോർഡിംഗ് ടു ഈ ഖുർആൻ, അക്കോർഡിംഗ് ടു ഖുർആൻ ആ അത് ആ തീരുമാനിക്കുന്നത് ഖുറാന്റെ നമ്മളല്ല. അകത്ത് വെച്ചോണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഖുറാന്റെ അകത്തെ അതെ അള്ളാഹു അല്ലേ ഞങ്ങളെ വഴിപിഴപ്പിച്ചത്? അന്നേരം ഇപ്പൊ പിന്നെ അതെ ശരിയല്ലേ? അതെ, ആ വഴി പഴപ്പിക്കുന്നതിന് മുമ്പ് കുറെ പ്രീ കണ്ടീഷൻസ് അള്ളാഹു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മറന്നു എവിടാണ് പോകുന്നു. ഞങ്ങൾക്ക് എവിടെ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെ കണ്ടീഷൻ? കാരണം ഞങ്ങൾ അല്ല ഭൂമിയിലേക്ക് നിങ്ങളെ വന്നപ്പോഴത്തേനും ഞങ്ങളെ വഴിപിഴപ്പിച്ചല്ലോ അള്ളാഹു തീരുമാനം. കാരണം അള്ളാഹു നേരത്തെ വിധി എഴുതി വെച്ചിരിക്കുകയല്ലേ. അങ്ങനെയല്ല, ഉം. അങ്ങനെയല്ല. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് രണ്ട് വഴി ഇവിടെ നിങ്ങൾക്ക് സുതാര്യമാണ്. നിങ്ങൾ വിചാരിച്ചത് വഴി പഴപ്പിക്കുക എന്ന് പറഞ്ഞാല് എന്താണെന്നാണ് ഇപ്പൊ അധിക പേരും മനസ്സിലാക്കിയത്. ഈ വഴി പഴക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ആ അല്ല, ഷെബീഖ് ഇപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങളെ വഴിപിഴപ്പിച്ചത് അള്ളാഹു ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നത് പിശാചാണ്. അതിപ്പം കുഴപ്പമില്ല. ആ പക്ഷെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരെ വഴിവെക്കുന്ന അള്ളാഹു ആണെന്ന് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ഇല്ലേ? അതെ അതെ. അതെ അതെ. അപ്പൊ ആ ഞാൻ പറഞ്ഞു അങ്ങനെ വഴിവെക്കുന്നതിന് മുമ്പേ ഒരുപാട് പ്രീ കണ്ടീഷൻസ് വെക്കുന്നുണ്ട്, ഖുർആനിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അപ്പൊ പറഞ്ഞു എന്താണ് വെച്ച അപ്പൊ കണ്ടീഷൻ എന്ന് പറഞ്ഞു? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ കണ്ടീഷനാണ് രണ്ട് വഴി. ഭൂമിയിൽ അള്ളാഹു ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും രണ്ട് വഴി കാണിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് പാസും റോങ് വേയും. ഞാൻ പറഞ്ഞു? എങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ രണ്ടു വഴി നിങ്ങളല്ലേ പറഞ്ഞത്? വെച്ചിട്ടുണ്ടെന്ന്. അതല്ല, ഞാൻ ഖുർആൻ അനുസരിച്ച് ഖുർആനിലുള്ള പറഞ്ഞത് ഓരോ മനുഷ്യനും അള്ളാഹു ഉം, വിവേചന ശക്തിയും വിവേചന ബുദ്ധിയും വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവന്റെ ഉം, ചിന്തയും കാഴ്ചയും കേൾവിയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഉം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് ഉം, പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത് അതിന്റെ സമയത്ത് നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പോട്ടെ, അത് നിങ്ങൾക്ക് ആ, വിശ്വസിക്കാതിരിക്കാം. ഉം, ഓക്കെ, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പം ദൈവത്തെ ആ, നിഷേധിക്കുക, ദൈവത്തെ തള്ളി പറയാന്നൊക്കെ പറയുന്നത് നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്താൻ എനിക്ക് അവകാശമില്ല. ആ, ഈ ഷെബീഖ് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരൻ അള്ളാഹു അല്ലേ? കാരണം എന്നെ വഴിപിഴപ്പിച്ചത് അള്ളാഹു അല്ലേ? നിങ്ങളെ വഴി എന്റെ പിഴപ്പിക്കുന്നത് ഉള്ളിലേക്ക് അള്ളാഹു എന്ന് പറയുന്നതാണ് സത്യദൈവം എന്ന് ഇട്ട് തരാതെ, ഞാൻ എന്റെ ഉള്ളിലേക്ക്, ഞാൻ ക്രിസ്ത്യാനിറ്റിയാണ്, ഞാൻ സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിപ്പോഴത്തേനും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഷെബീഖ്, എന്റെ ഉള്ളിലേക്ക് യേശു ആണ് ദൈവം എന്നുള്ള ഇട്ട് തന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടും പ്രകാരം എന്നെ വഴിപിഴപ്പിച്ചത് അള്ളാഹു അല്ലേ? എന്റെ കാഴ്ചപ്പാടല്ല, എനിക്ക് അങ്ങനെ പിന്നെ കാഴ്ചപ്പാടില്ല. ഞാൻ പറഞ്ഞ ഖുർആൻ അനുസരിച്ച് ഖുറാന്റെ വായിച്ചാൽ ഞാൻ കാഴ്ചപ്പാട്, പറഞ്ഞു. ആ ഖുറാന്റെ അത് നിങ്ങൾ കാഴ്ചപ്പാട്. പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹു ആണ് വഴിപിടിപ്പിക്കുന്നത്, അള്ളാഹു ആണ് ആ നേർമാർഗം കാണിക്കുന്നത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എവിടെ? ഒന്ന് കാണിച്ചു തന്നെ. ആ അത് നിങ്ങൾ കണ്ടിട്ടില്ല? അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നത് എടുക്ക്. അത് പ്രവാചകനിലൂടെ കഴിഞ്ഞല്ലോ നമുക്ക് നേർമാർഗത്തിന്റെ പിഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നേർമാർഗം ഉണ്ടാക്കുന്നത് നമുക്ക് സംസാരിക്കാം. എടുക്ക്. അല്ല, ഖുറാൻ ആയത്തെടുത്തു. ആദ്യം നേർമാർഗത്തെ പറ്റി ഖുറാൻ, പറഞ്ഞത് അതെ, ഈ ശരിയാണ്. ഷെഫീഖ് എന്നോട് ഈ ഖുറാൻ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കരുത്. ഞാൻ 2004 അവസാനം ഇസ്ലാമാകാൻ പോയിട്ട് തിരിച്ചു വന്നയാണ്. അപ്പൊ പിന്നെ ഞാൻ 2005 അവസാനം 6 തുടങ്ങിയ വായനയാണ്. അത് ഞാൻ വായിച്ച കണക്ക് ഷെഫീഖും വായിച്ചിട്ടില്ല. 25 പ്രവാചകന്മാർക്ക് വേണ്ടി 25 ബുക്ക് മേടിച്ചു വെച്ച് ഓരോ പ്രവാചകന്മാരുടെ എഴുതി വായിച്ച് മനസ്സിലാക്കിയാണ്. പിന്നെ ആ തഫ്സീറുകൾ വേറെ. അതുകൊണ്ട് അത് ആ വിട്ടേര്. ആ, വായിച്ചിട്ടില്ല ആയിക്കോട്ടെ. എന്ന് പറയണ്ട. നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന സാധനത്തിൽ നിന്ന്, ഞാനതുകൊണ്ടല്ല ആയത്ത് നമ്പർ പിടിപിടി എന്ന് പറഞ്ഞിരുന്നത്. നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ആ സാധനത്തിൽ നിന്ന് ഞാൻ അടുത്ത അതിന്റെ താഴെ നിന്ന് ഞാൻ മറുപടി തരാം. എടുത്തോണ്ട് വരിക. ആ അള്ളാഹു നേർവഴിയിലാക്കും എന്നുള്ള ആയത്ത് എടുത്തോണ്ട് വാ. പോരട്ടെ. പറഞ്ഞുതരാം. ഇന്നല്ലാഹ് യഹ്ദി മൻ യശാ എന്നുണ്ട്. അള്ളാഹു ഇഷ്ടമുള്ളവർ അള്ളാഹു നേർവഴിയിലാക്കും, ഇഷ്ടമുള്ളവർ ആ അള്ളാഹു വഴി. അള്ളാഹു ഒന്നത് പിന്നെയും പെട്ടു. ഒന്നത് അതെ ആ അള്ളാഹു പിന്നെയും പെട്ടു. അതെ അള്ളാഹുവിന് അതെ ഇഷ്ടമുള്ളവരെ അള്ളാഹു നേർവഴിയിലാക്കും, ഇഷ്ടമുള്ളവരെ അള്ളാഹു പിഴപ്പിക്കുക. ആ ഇഷ്ടമുള്ളവരെ. ഇഷ്ടമുള്ള മാത്രമല്ല, അത് പിഴപ്പിച്ച മാത്രമല്ല, കൂട്ടത്തിൽ പെട്ടവരാണ് ഞങ്ങള്. അതെ മാത്രമല്ല, വേറൊന്നും ആ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫഅാലുൽ ലിമാ യുരീദ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുന്നു, ആരും തടയാനില്ല. അത് അതുകൊണ്ട് ശരിയാണ്. കാരണം പുള്ളി ആ ഇഷ്ടംപോലെ പ്രവർത്തിച്ചു, ഞങ്ങളെ വഴിപിഴപ്പിച്ചു വിട്ടു, ബാക്കിയുള്ളവരെ വേറൊരു കുഴിയിലേക്ക് വിട്ടു. അള്ളാഹു തന്നെ അതെ കുറ്റക്കാരൻ. പുള്ളിക്ക് ഇഷ്ടമുള്ള അതെ പുള്ളി തോന്നിയാസം താൻ തോന്നിയായിട്ട് ജീവിക്കുന്നെന്ന് പണ്ടുള്ളവർ പറഞ്ഞ കണക്കായി പോയി.
അതെ അതെ, അത് നിങ്ങൾ പറഞ്ഞോളൂ, ആ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുണ്ട്. മാത്രമല്ല, ഇനി ഓരോന്നോട് പറഞ്ഞുതരാം. ഇപ്പൊ സിസ്റ്റർ ആ പറഞ്ഞ മാതിരി അള്ളാഹു പറയാത്തതെങ്ങാനും മുഹമ്മദ് നബി പറഞ്ഞാല് അള്ളാഹുവിന്റെ വലത് കരം കൊണ്ട് നബിന്റെ കഴുത്ത് മുറിച്ച് 2 പീസായി കളയുന്ന ഖുർആനിലുണ്ട്. ഹദീസ് എടുക്കരുത്, ഹദീസ് എടുക്കരുത്. ഞാൻ അടുത്ത ഹദീസ് എടുക്കും. നിങ്ങൾ രക്ഷപ്പെട്ട് ഹദീസല്ല, നിൽക്കുകയാണ്, ഹദീസുകൾ എന്നെ കൊണ്ട് ഹദീസല്ല, എടുപ്പിക്കരുത്. അല്ല ഹദീസല്ല, ഉം. ഖുർആനില് സിസ്റ്റർ പറഞ്ഞല്ലോ. ഖുർആനിലെ അൽഹാഖ് എന്ന് പറഞ്ഞ സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉം. അതിന്റെ ആയത്ത് അതൊന്ന് പറഞ്ഞുതരാം. വായിക്കണം, അതൊന്ന് അൽഹാഖ്, വായിക്കണം. അത് അൽഹാഖ്. അത് വായിക്കുക. അത് ഞാൻ രണ്ട് പറഞ്ഞുതരാം. പിന്നെ രണ്ട് ബാക്കി ഈസാ പീസാക്കൊന്ന് നബിന്റെ വായിക്കണേ. വായിക്കണേ. 2 വീസ ആക്കുമെന്ന് പറഞ്ഞു. എവിടെ? 69-46 വായിക്കേ ഷഫീഖ്. ആ 2 വീസ ആക്കുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വായിക്കുക. 69-46 കിട്ടിയാ? നമ്മുടെ പേരിൽ അദ്ദേഹം വല്ല വാക്കും കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ 2 വീസ ആക്കുമെന്നുള്ള വായിച്ചു. 69-46, 44 മുതൽ വായിച്ചു, അല്ല 43 മുതൽ വായിച്ചു. ഷഫീഖ്, ഷഫീഖ്, വോയിസ് ഒന്നും വരുന്നില്ല, വോയിസ് ഒന്നും വരുന്നില്ല. ഇനി വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ. സത്യബ്രദർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ലീസിസ്റ്റർ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചിട്ടാണ്. ഷഫീഖ് അതിന്റെ അറബി നോക്കാൻ പോയേക്കുമായിരിക്കും. നല്ല കാര്യം. അല്ല, ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ. ഷഫീഖ് അൽഹക്ക് 46 47 45 46 47 ഹക്ക് 40 മുതൽ വായിച്ചോട്ടെന്നേ. വലിയ വെയിറ്റ് ഉള്ള സംഭവം ഒന്നും അല്ലല്ലോ. ശരിയല്ലേ? അതെ ഹക്ക, ചെറിയ ചെറിയ അൽ ഹക്കാണോ? വാക്യങ്ങൾ. അൽഹക്ക് 69. 69-46 ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. അത് തന്നെ ഉം. അൽ ഹക്കല്ല, യഥാർത്ഥ സംഭവം കേട്ടോ. ഷഫീഖേ, ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. ഷഫീഖേ, ഒന്ന് ഇത് ചെയ്ത് നോക്കിയേ ബ്രദറെ. പോയോ, നാള് പോയോന്ന്? ബിജുവർ ആളിവിടെ തന്നെ ഉണ്ട്. ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് ആളിവിടെ തന്നെ ഉണ്ട്. ഉണ്ടല്ലേ? നമ്മുടെ പേരിൽ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞതെങ്കിൽ അവനെ 2 പീസാക്കും. ആയത്തൊന്ന് വായിച്ചു. ഷഫീഖ്, ഞങ്ങളെല്ലാരും വെയിറ്റിങ്ങിലാണ്. പ്ലീസ്.
അതെ അജീഷ് ബ്രദറെ, ഇവൻ അത് എടുത്തുകൊണ്ട് ആ വന്നതിനിടയ്ക്ക് ഈ നമ്മുടെ 18:50 മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർമ്മ വന്നു. പക്ഷെ പിന്നെ ഉം. എന്തിനാ അവൻ ജിന്നുകളിൽ പെട്ടവനാണെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? മലക്കും ജിന്നും ഒന്നാണെങ്കിൽ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പറയേണ്ട കാര്യമില്ല. അത് രണ്ടും രണ്ടാ ബ്രദറെ, രണ്ട ഞാൻ വായിച്ചേക്കണതിലെല്ലാം രണ്ടും രണ്ടാണ്. മലക്ക് വേറെ. എൻ്റെ മലക്കുകളുടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ട്, മലക്കുകൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ജിന്നു വിഭാഗത്തിൽപ്പെട്ട ജിന്നുകളെ ഒരിക്കലും മലക്കുകളുമായിട്ട് ചേർക്കാൻ പറ്റത്തില്ല. ജിന്നു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹു ഇന്നപോലെ സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടിപ്പിൽ മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വാക്കുകളെ യഥാക്രമം അതിനെ സൃഷ്ടിച്ച നാളു മുതൽ തന്നെ അനുസരിക്കുന്ന ഒരു ഇബ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും വിപരീതമായിട്ട് ഉണ്ടായ ഇതാണ്. ഇത് കാരണം ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയ പുസ്തകം നമ്മളിലുണ്ട്. ഷെഫീക്ക് ആള് പോയല്ലേ? പോയി ഇപ്പൊ പോയി. അല്ലല്ല, വന്നു 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 ഷഫീഖ വായിച്ചു ഷെഫീക്ക് വായിച്ചു. വെയിറ്റിംഗിൽ. അതെ, എനിക്കിവിടെ റേഞ്ച് പോയി, നല്ലൊരു കാറ്റടിച്ചിരുന്നു ഇപ്പോഴാ വന്നത്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുഴപ്പമില്ല. നമ്മള് അത് ഈ പറഞ്ഞ അത് വായിക്കല്ലേ? വായിച്ചു. എവിടാന്നറിയാവോ അത്? 14, 15, 69-ന്റെ 43, 44. 69-ന്റെ 43 മുതൽ വായിച്ചു. കിട്ടിയാ? 43 മുതല്. ഇത് രക്ഷിതാവിങ്കൽ നിന്ന് 44. വല്ലവ തക്കപോലെ അദ്ദേഹം നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല. യെസ്, അവിടെ 2 പീസ് എന്ന് വല്ലതും എഴുതിയിട്ടുണ്ടോ? അവിടെ 2 പീസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഷെഫീക്ക്. ഖുറാനിൽ എന്ന് പറയുമ്പോ 2 പീസ് എന്നൊക്കെ പറഞ്ഞോണ്ടൊന്നും പറഞ്ഞു പോകാതെ. അങ്ങനല്ല, 2 പീസ് നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ പറഞ്ഞ നിങ്ങൾ എന്താ പറയാ, ആ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അല്ല നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരില്ല. എന്നിട്ട് ഇവിടെ 46 എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും ചെയ്യുമായിരുന്നു 46-ൽ പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് വിഷയം? ഈ ഖുറാന്റെ അകത്ത് മുഹമ്മദിന്റെ അല്ലാത്ത ആയത്തുകൾ വല്ലതും വന്നിട്ടുണ്ടോ ഷഫീഖ്? ഇല്ല. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, മരണസമയത്ത് എന്താന്ന് വിളിച്ചതെങ്കിലും പറയണോട്ടോ. മരണസമയത്ത് എന്താന്ന് വിളിച്ചതെങ്കിലും പറയണോട്ടോ ഷഫീഖെ. അത് ഹദീസല്ലേ? അല്ല ഞാൻ ഹദീസ് എടുക്കത്തില്ല. അല്ലല്ല ഞാൻ ഹദീസ് എടുക്കുന്നില്ല. ഷഫീഖ് പറഞ്ഞാൽ മതി. മരണസമയത്ത് എന്താ നിലവിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഷഫീഖ് പറഞ്ഞാൽ മതി, ഹദീസ് ഒന്നും എടുക്കണ്ട. നിങ്ങളുടെ നബി നബി നിലവിളിച്ചത് എവിടെ ഖുറാനില്ലല്ലോ, ഞാൻ എങ്ങനെയാ പറയാ? നിങ്ങളുടെ ഖുറാനിൽ പല ഒരു മിനിറ്റ്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഖുറാന്റെ അകത്തുള്ളതായിട്ട് തെളിയിക്കാൻ പറ്റത്തില്ല. ഈ ഖുറാനിൽ പറയുന്ന മുഹമ്മദ് തന്നെ ആയിരുന്നോ ഈ ഹദീസ് അല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആള് ഷഫീഖ്? എന്റെ സംശയം അത് ഖുറാന്റെ തന്നെ തെളിവാണല്ലോ. ഖുറാൻ തന്നെ തെളിവാണോ? ഈ ഖുറാന്റെ അകത്ത് ഈ ജീവിച്ചിരുന്ന ഈ മുഹമ്മദിന്റെ ജീവനാടി എവിടെയെങ്കിലും പിടിച്ചായിരുന്നല്ലോ? മുഹമ്മദിന്റെ ജീവനാടി എവിടെയെങ്കിലും പിടിച്ചതായിട്ടുണ്ടോന്നാ? പിടിച്ചതായിട്ടുണ്ടായിരുന്നോ? അല്ല, അള്ളാഹു പറയാത്തത് മുഹമ്മദ് പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ പിടിക്കുന്നല്ലേ ഖുറാനിൽ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ചതാണ്, അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടികൂടുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും ചെയ്യുമായിരുന്നു. അവിടെ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ വെറുതെ അല്ലല്ലോ അദ്ദേഹം ചെയ്തിട്ടില്ല. അത് തന്നെ. ചെയ്തിട്ടില്ല. നമ്മുടെ പേരിൽ അദ്ദേഹം വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ. അതെ, പറഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഈ ഹിജാബ് ഇറങ്ങിയത് മുഹമ്മദിന്റെ
ഇത് മുഹമ്മദിന്റെ മാത്രമായിട്ട് ഒരു വചനങ്ങൾ ഖുർആനിൽ ഇല്ല എന്നർത്ഥം. പിന്നെ ആരുടെ വചനങ്ങളാ? ആ, ഇത് അള്ളാഹുവിന്റെ വചനങ്ങൾ. അത് സംശയം. അള്ളാഹുവിന്റെ വചനം. അള്ളാഹു നേരിട്ട് ഉം. മുഹമ്മദിനോട് പറഞ്ഞതാണോ? നേരിട്ടല്ല, അതൊക്കെ നമ്മൾ കുറച്ച് ആ മുമ്പേ ചർച്ച ചെയ്തില്ലേ നേരിട്ട്. അത് ആ ചർച്ച ഓക്കെ. കഴിഞ്ഞു, നിങ്ങളുടെ സമയത്ത് ഉണ്ടാവില്ല. ഓക്കെ. ആ അതിപ്പോ ഈ ഇതുകൊണ്ട് ജീവനാടി മുറിഞ്ഞു പോകുന്ന വിഷയം പറഞ്ഞു. അതിപ്പോ എന്റെ ചോദ്യം ഇവിടെ ഈ മുഹമ്മദിന് ജീവനാടി മുറിഞ്ഞു പോകാനുള്ള കാരണം ഇല്ല, അതിലേക്ക് എത്തുന്നില്ല, ഹദീസ് എടുക്കുന്നില്ല, വിട്ടേക്കാം. അതിപ്പോ ഇവിടെ ഈ ഇബ്ലീസ് ഇതിന്റെ അകത്ത് എന്താ റോള്? അതായത് ഈ നമ്മളിപ്പം പറഞ്ഞു വരുന്നത്, ഇബിലീസ് മലക്കുകളിൽപ്പെട്ടതല്ല ജിന്നുകളിൽപ്പെട്ട ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ, മലക്കുകളിൽപ്പെട്ട ഖുറാൻ ആള് പറഞ്ഞതല്ലേ? ഖുർആൻ പറഞ്ഞു. അതെ, അങ്ങനെ പറ. മലക്കുകളിൽപ്പെട്ട ആളാണെന്ന് മലക്കുകളിൽപ്പെട്ട ആളാണ് ഇബിലീസ് എന്ന് ഖുർആനിലിട്ട് എന്ന് ഞാനും പറഞ്ഞു. അതാ ആ തുടങ്ങിയത്. അതേ നിങ്ങൾ ഖുറാനിൽ അതിന്റെ തന്നെ പറയുന്നത് ജിന്നും ഇബിലീസ് അതെ ഇബിലീസ് അതെ ജിന്ന് അതെ അതെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതെ ഉം. അതെ 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 അപ്പൊ ഞാൻ അതെ. ചോദിച്ചു, ഈ ജിന്നും ആണോ വഴിപിഴപ്പിക്കുന്നത്, അള്ളാഹു ആണോ വഴിപിഴപ്പിക്കുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അള്ളാഹു ആണ് വഴിപിഴപ്പിക്കുന്നത്. അള്ളാഹു വഴിപിഴപ്പിച്ച ആയത്തുകൾ നിങ്ങൾ വായിച്ചല്ലോ. അള്ളാഹു ഇഷ്ടമുള്ളവരെ വഴിപിഴപ്പിക്കും, ഇഷ്ടമുള്ളവരെ നേർവഴിയിലാക്കും, അള്ളാഹു നേർവഴിയിലാക്കും. ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാറ്. അപ്പൊ ഞങ്ങളെ വഴിപിഴപ്പിക്കാനുണ്ടായ കാരണക്കാരൻ ഇബ്ലീസ് അല്ല, അള്ളാഹു തന്നെയല്ലേ? കാരണം അള്ളാഹു അല്ലേ സകലം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചർച്ച നിർത്തിയത്. ആ Yes. അത് തന്നെ. അപ്പോ അതെ അതെ. അപ്പോ നമ്മളെ വഴിവേൽപ്പിക്കുന്ന ആള് അള്ളാഹു ആണ്, ഇബിലീസ് അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ ഇബിലീസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് ഈ അല്ല ചർച്ച നടത്തുകയാണ്. ഓക്കെ, സ്വാഗതം അല്ലല്ല, സ്വാഗതം. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിന്യൂ. ഇബ്ലീസിനെ ഈ കാര്യത്തിൽ ഇപ്പൊ ഖുറാന്റെ അകത്ത് ഇബ്ലീസ് പറയുന്നു ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നു, അള്ളാഹുവും പറയുന്നു ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നു. യെസ്, അപ്പൊ അത് നല്ലൊരു ചോദ്യം ചോദിച്ചു. രണ്ടുപേരുടെയും സ്വഭാവത്തിൽ തമ്മിൽ എന്താ വ്യത്യാസം? ഉം. ഇപ്പൊ ചോദ്യത്തിന്റെ ഏകദേശം അതിന്റെ നിങ്ങളെ ഉദ്ദേശം മനസ്സിലായി. അപ്പൊ അതിന്റെ റിപ്ലൈയിലേക്കാണ് ഞാൻ ഈ ജീവനാഡി കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ജീവനാടിയുടെ വിഷയം കൊണ്ടുവന്നു, അവിടെ എങ്ങും ആയില്ല. അന്നേരം ഇതൊന്ന് പറഞ്ഞു, ഈ അള്ളാഹുവും വഴിപിഴപ്പിക്കും, ഇബ്ലീസ് പറയുന്നുണ്ട് ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നവനാണ് എന്ന് പറയുന്നത്, അള്ളാഹുവും പറയുന്നു ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അതെ, നിങ്ങൾ ക്രിസ്തുമത വിശ്വാസിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് കുറച്ചു മുമ്പ് അല്ലേ? അതെ. അതെ. അപ്പോ നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തില് നിങ്ങളുടെ ദൈവം പിന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ ഈ വേദഗ്രന്ഥത്തിൽ പറയുന്നില്ലേ, ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടല്ലേ, എന്ത് പറയുന്നുണ്ടല്ലേ? ഈ ആദമിന്റെ കഥയും എന്തുവാണെന്ന്? ഈ വഴി ആളും വഴി കൊടുക്കുന്ന ആളും ദൈവമാണ് എന്നുള്ള ഒരു ആശയം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ, ഇല്ലേ? ആദം എന്ന് പറയുന്ന നിങ്ങളുടെ നബിയാണ്, ഞങ്ങൾക്ക് ആദം നബിയല്ല. ആദം ഒരു സാധാരണ മനുഷ്യനാണ്. ആദം ആരാ നബിയാണെന്ന് പറഞ്ഞത്? മനസ്സിലായോ? ഞാൻ നബിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഖുർആൻ ആദം അല്ല, നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുറാന്റെ അകത്ത് ആദം, ഹവ്വ എന്നുള്ള പേര് പോലും ഖുറാന്റെ അകത്തില്ല. ഇല്ല, ആദമില്ല. ആദം നബിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആദം നബിയാണെന്നല്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. ഖുർആൻ ആദം നബിയാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരുടെ പേരിൽ ആദമിനെ നബിയായിട്ട് എണ്ണീറ്റില്ല. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പിശാജ് വഴിപിഴപ്പിക്കുന്നവനാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാജ് തന്ത്രശാലിയാവുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഖുറാന്റെ അകത്ത് പറയുന്ന അള്ളാഹു തന്ത്രശാലിയാണ്, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരും മെച്ചപ്പെട്ടവനാന്ന് പറയുന്നത്. അതിപ്പോ ഇവര് തമ്മിൽ വലിയ സ്വഭാവ വ്യത്യാസം ഇല്ല. ഖുറാന്റെ അകത്ത് തന്നെ ഇബ്ലീസ് പറയുന്നു ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കും, അള്ളാഹു പറയുന്നു ഞാൻ മനുഷ്യരെ വഴിപിഴപ്പിക്കും. ഇബ്ലീസ് പറയുന്നു ഞാൻ പിന്നിലൂടെ വലയും മനുഷ്യരെ പിന്നിലൂടെ പിടിക്കും, അള്ളാഹു പറയുന്നു ഞാൻ പിന്നിലൂടെ മനുഷ്യരെ പിടിക്കും. ഇവര് തമ്മിൽ എന്താ സ്വഭാവ വ്യത്യാസം എന്താ ഉള്ളത്? ഷെബിക്ക് അതൊന്ന് പറഞ്ഞ ആദ്യമേ, ഇവര് തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഇബ്ലീസിന്റെ ജോലിയും അള്ളാഹുവിന്റെ ജോലിയും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കാരണം രണ്ടുപേരും പറയുന്നു ഞാൻ നരകം നിറയ്ക്കും, ഞാൻ സത്യനിഷേധികളുടെ മാർഗങ്ങളെ മോശമാക്കും. ഇബ്ലീസ് പറയുന്നു. ഖുറാന്റെ അകത്ത് അള്ളാഹുവും പറയുന്നു ഞാൻ സത്യനിഷേധികളുടെ മാർഗങ്ങളെ മോശമാക്കി. ഇവര് തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം എന്തുള്ള? അവിടെയാണ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത്. ഇബ്ലീസ് അള്ളാഹു, ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് രണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള രണ്ട് വഴി അള്ളാഹു കാണിച്ചു തരുന്നുണ്ട്.
ഇബിലീസിന്റെ പണി എന്ന് പറഞ്ഞാല് അതെങ്ങനെയാണ് ലെഫ്റ്റിലേക്കുള്ള വഴി ഷെഫീക്ക്? കുറച്ചു മുമ്പേ വായിച്ച ആയത്തുകൊണ്ട് തന്നെ ഷെഫീക്ക് അത് പൊളിഞ്ഞില്ല. അള്ളാഹു തന്നെ പറയുന്നില്ല ഞാൻ കുറച്ചു പേരെ നേർവഴിയിലാക്കും, കുറച്ചു പേരെ വഴിപിഴപ്പിക്കുന്നത്. പിന്നെന്തിനാണ് ഈ ലെഫ്റ്റും റൈറ്റും അള്ളാഹു ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? അവിടെ പോയില്ല അത് അത്. പോയിട്ടില്ല, അത് പോയില്ല. നിങ്ങൾ പറയുന്ന അതെ, നിങ്ങൾ ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഉം, വിശദമാക്കി തരാം. ഈ ഉം, ഉം. അള്ളാഹു വഴി പിഴപ്പിക്കും എന്ന് പറയുന്നതിന്റെ മുമ്പേ ആണ് രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പം പിന്നെ എന്റെ വീട്ടിലേക്ക് കുറച്ച്